ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആഗോള ഭീകര സംഘടനകളുടെ പതിപ്പാണ് PFI അഥവാ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന NIA. PFIക്ക് അൽ-ഖ്വയ്ദ, IS, ലഷ്കർ ബന്ധം. കേരളത്തിൽ രക്തരൂക്ഷിത കലാപങ്ങളായിരുന്നു ലക്ഷ്യം. ഹൈന്ദവ നേതാക്കളെ ലാക്കാക്കി ആസൂത്രണങ്ങൾ നടത്തി. മുസ്ലിം യുവാക്കളെ മതഭീകരതയുടെ ഭാഗമാക്കാൻ PFI ശ്രമിച്ചു. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള PFI ഭീകരരുടെ സ്വത്ത് പിടിച്ചെടുക്കുന്നതിനായി NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ ഉള്ളത്. നമുക്ക് പരിശോധിക്കാം. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു, റിട്ടയർഡ് SPN സുഭാഷ് ബാബു, സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ ആരിഫ് ഹുസൈൻ തിരുവത്ത് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഡോക്ടർ ആരിഫ് ഹുസൈൻ, രാജ്യത്തിൻ്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും ഐക്യത്തിനും ഭീഷണിയായ ഒരു സംഘടന നിരോധിക്കപ്പെട്ടിട്ട് ഈ മാസം 29-ന് 2 വർഷം പൂർത്തിയാകാനിരിക്കുകയാണ്. 2047-ൽ ഭാരതത്തെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കുമെന്ന ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിച്ചവരുടെ ആഗോള ഭീകരബന്ധം NIAയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് അതീവ ഗുരുതരവും ഞെട്ടിപ്പിക്കുന്നതുമല്ലേ? നമസ്കാരം. വളരെ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഇത്. ചോദിച്ച ചോദ്യം അതിലേറെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഞെട്ടിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പല വേദികളിലും പറയാറുള്ള ഒരു കാര്യമുണ്ട്. അതായത് ആഗോളതലത്തിൽ തന്നെ ഒരു വലിയ പ്രശ്നമായിട്ട് ഇസ്ലാമിക ഭീകരത അത് നിലനിൽക്കുമ്പോൾ മുസ്ലിങ്ങളിൽപ്പെട്ട ഇത്തരം ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, അതിൽ ആകൃഷ്ടരായി ആ വഴിക്ക് നീങ്ങി ഭീകരതയുടെ ഭാഗമായി കൊണ്ട് നിലനിൽക്കുന്ന ആളുകൾ, അവര് ലോകം മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് യൂറോപ്പ് അടക്കമുള്ള മേഖലകളിൽ, അവിടെ വിവിധ രാജ്യങ്ങളിൽ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യവുമായിട്ട് നിൽക്കുമ്പോൾ അത് ഏറ്റവും ഒടുവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോഴാണത് ഞങ്ങൾക്ക് മനസ്സിലായത് എന്ന ഒരു രീതിയിൽ നിലനിന്നുകൊണ്ട് കാര്യങ്ങൾ കാണാനും അതിനു വേണ്ടിയിട്ട് പരിഹാരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആ ഒരു അവസ്ഥയിലും ഇന്ത്യ അതിലൊരു മാതൃകയാണെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു വിഷയം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം, ഇത് ഈ അടുത്തൊന്നും മനസ്സിലായിട്ടുള്ള ഒരു വിഷയമാണോ അല്ല എന്ന് തന്നെയാണ് ഞാൻ പറയാം. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ട് എങ്ങനെയാണ് മതം ഒരു രാഷ്ട്രവാദത്തിലേക്ക് പോകുന്നത് എന്നും വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ള ഒരു രാജ്യമാണ്. കാലങ്ങൾക്ക് മുന്നേ തന്നെ, ലോകമൊക്കെ ഇത് ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ മനസ്സിലാക്കിയ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്നും ആ തലത്തിൽ നിന്നും മാറി മറ്റു തലങ്ങളിൽ കുറച്ചും കൂടിയൊക്കെ ഡെക്കറേഷനൊക്കെ കൊടുത്തുകൊണ്ട്, അതായത് ഇത് ആളുകൾക്ക് ഒരു നല്ല കാര്യമാണെന്ന് തോന്നിക്കുന്ന രീതിയിലേക്ക് വരെ അവതരിപ്പിച്ചുകൊണ്ട്, ഇത് ജനാധിപത്യത്തിന്റെ സംരക്ഷണം, ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടുകാരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ചാൽ പോലും അവർ ചാടി എഴുന്നേറ്റിട്ട് പറയാം, ഞങ്ങൾ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്നു എന്നാണ് അവർ പറയുക. അവരുടെ മുദ്രാവാക്യം തന്നെ അതായിരുന്നു. അപ്പൊ അങ്ങനെ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാൻ വേണ്ടി നടന്നിരുന്ന ആളുകൾ എന്തായിരുന്നു സംരക്ഷിക്കാൻ ചെയ്യാൻ വേണ്ടി അവർ എഴുതി വെച്ചത് എന്താണ്? ആ ഡോക്യുമെന്റിലൊക്കെ ഉണ്ടായത് എന്താണ്? അവർ എഴുതി വെച്ചത് മിഷൻ 2047, ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കും എന്ന് തന്നെയാണ് അവിടെ എഴുതി വെച്ചത്. അപ്പൊ ഇസ്ലാമിക രാജ്യമാക്കുക, ഇസ്ലാമിന്റെ ഭരണം കൊണ്ടുവരിക എന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യ രീതിയിൽ നിലനിൽക്കുന്ന സംവിധാനങ്ങളെ, മതേതരമായി നിലനിൽക്കേണ്ട സംവിധാനങ്ങളെ മതം കുത്തി നിറച്ചുകൊണ്ട് അട്ടിമറിക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതി, അത് ആണ് അവർ കൃത്യമായിട്ട് ഈ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒളിപ്പിച്ചു വെച്ചിരുന്നത് എന്ന ഒരു കാര്യം. അതിൽ തന്നെ വളരെ ഞെട്ടിക്കുന്ന രീതിയിൽ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അതിൽ കൃത്യമായി എഴുതി വെച്ചത് എന്താണ്? ഇന്ത്യയിലെ പ്രശ്നങ്ങൾ, ഇപ്പൊ ബാബറി മസ്ജിദ് പോലെയുള്ള വിഷയങ്ങൾ പോലും അത് മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാകത്തിന് അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട്, ഇരവാദം അവിടെ ഇറക്കി വെച്ചുകൊണ്ട് മുസ്ലിങ്ങളിലെ ആ ഒരു വൈകാരികത അത് ചൂഷണം ചെയ്യണം എന്ന് കൃത്യമായിട്ട് എഴുതി വെക്കുന്നു. അതുകൂടാതെ ഇവിടെ സംഭവിക്കുന്ന ഏത് ചെറിയ വിഷയമാണെങ്കിലും അത് മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് കൃത്യമായി അവരെ അതിലേക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരണം, വൈകാരികമായിട്ട് അവരെ തളച്ചിടണം എന്ന് എഴുതി വെക്കുന്നു. അതെല്ലാം കൂടാതെ ആഗോളതലത്തിൽ പ്രസൻസ് ഉള്ള തീവ്രവാദ കൂട്ടായ്മകൾ, പ്രത്യേകിച്ച് തുർക്കി എന്ന് പറയുന്ന രാജ്യത്തെ തന്നെ പരാമർശിച്ചിട്ടാണ് 2047 മിഷൻ ഡോക്യുമെന്റിൽ അവർ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ സിസ്റ്റർ കൺട്രീസ് എന്നുള്ള രീതിയിൽ, സഹോദര സ്ഥാപനങ്ങൾ എന്നുള്ള രീതിയിൽ അവരെ കൺസൾട്ട് ചെയ്തിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നു. ഇതെല്ലാം പച്ചയ്ക്ക് എഴുതി വെക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇതാണ് ഇവിടെ. എന്നിട്ട് ഇവിടെ ഉള്ള പൊതു മാധ്യമ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഇവിടെയുള്ള പൊതു രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളോ
ഞെട്ടുന്നത് നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമല്ല, അവരപ്പോഴും ഇത് ഇത് അവരല്ലേ, ന്യൂനപക്ഷമല്ല, ഇച്ചിരി ഭീകരവാദവും ഇച്ചിരി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തോട്ടെ എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമ്പോൾ വളരെ തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്. അപ്പൊ ഞെട്ടുക എന്ന് പറയുന്നതിനേക്കാൾ ഉപരി, ഇത് ഞെട്ടിക്കുന്നത് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി, ഇതില് ഒരു നിലപാട് പറയുമ്പോൾ ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു അഖണ്ഡതയ്ക്കും അത് ഒരു സമാധാനപൂർവമായി നിലനിൽക്കേണ്ടതിന്റെ ആ ഒരു ആശയത്തിന്റെ കടക്കിൽ തന്നെ കത്തിവെക്കുന്ന ഒരു പരിപാടിയാണ്. ബംഗ്ലാദേശ് നമുക്ക് ഏറ്റവും ഒടുവിൽ തെളിവായിട്ട് നമ്മൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഇത് എങ്ങനെയാ നമുക്ക് ഞെട്ടാതെ ഇരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ ഇതിനു വേണ്ട മറുവാദങ്ങളെങ്കിലും ഉന്നയിക്കാതെ ഇരിക്കാൻ കഴിയുന്നത് എങ്ങനെ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അത് കാണുമ്പോഴാണ് സത്യത്തിൽ ഇവിടെ ഞെട്ടലുണ്ടാവുന്നത്. അതല്ലാതെ ഇവർ ചെയ്ത കാര്യങ്ങളോ അതിൽ ഡോക്യുമെന്റിൽ എഴുതി വെച്ച കാര്യങ്ങളോ കാണുമ്പോഴല്ല സത്യത്തിൽ നമ്മൾ ഞെട്ടേണ്ടത് എന്നാണ് എനിക്ക് ഇപ്പോ ഇതിനകത്ത് പറയാനുള്ളത്. അല്ല ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇപ്പോൾ കേരളത്തിലും അതുപോലെ തമിഴ്നാട്ടിൽ അതുപോലെ കർണാടകത്തിൽ ഒക്കെ PFIയുടെ വകഭേദങ്ങൾ ഉണ്ടെങ്കിലും കേരളത്തിലാണ് അതിൻ്റെ ബുദ്ധി കേന്ദ്രം എന്ന് കൃത്യമായിട്ട് NIA പറയുകയാണ്. അപ്പോൾ നോക്കൂ, കേരളത്തിൽ ഇസ്ലാം തീവ്രവാദത്തിൻ്റെ വേരുറപ്പ് ഉണ്ടായിട്ടും അത് ഈ മാറി മാറി വന്ന ഇവിടുത്തെ ഭരണകൂടങ്ങൾ കണ്ടില്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? കണ്ടിട്ടും കാണാതെ പോയി എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം, വസ്തുത? യെസ്, അത് നമ്മൾ പറയേണ്ടതായിട്ട് വരും. അത് കണ്ടില്ല എന്ന് നടിച്ചതാണ് എന്ന് പറയുന്നത് തന്നെയാണ് ശരി. കാരണം യെസ്, അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ കേരള സ്റ്റോറി മൂവി വന്ന സമയത്ത് നമ്മൾ ചർച്ചയാക്കിയ ഒരു വിഷയമുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ റിട്ടയർഡ് SP ചിലപ്പോൾ അതിനൊക്കെ കുറിച്ച് കൂടുതൽ പറഞ്ഞേക്കാം. എന്നാലും ഞാൻ ഒന്ന് സൂചിപ്പിക്കുകയാണ്. അതായത് ഒന്നാമത്തെ നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് മുന്നേ മൻമോഹൻജി ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ നിന്നും ഇല്ല, ഇവിടെ നിന്നും ആരും തന്നെ റിക്രൂട്ട്മെന്റിൽ പോയിട്ടില്ല, ISIS റിക്രൂട്ട്മെന്റിൽ ആരും പോയിട്ടില്ല, ഇന്ത്യയിൽ നിന്നും അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറയുന്ന ഒരു സ്ഥിതി വിശേഷം. അത് കഴിഞ്ഞ് ഇവിടെ ഭരണം മാറുന്നു, NIA ഒക്കെ കാര്യങ്ങൾ രംഗത്ത് വലിയ തോതിൽ സജീവമാകുന്ന ഒരു അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ വന്ന റിപ്പോർട്ട് 2017 അവിടെ പറയുന്നത് ഇന്ത്യയിൽ നിന്നും ഒരുപാട് ആളുകൾ പോയിരിക്കുന്നു, അതിൽ തന്നെ 21 ആളുകൾ പോയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രമാണ് എന്ന് പറയുന്ന റിപ്പോർട്ട് വരുന്നത് ആദ്യത്തെ റിപ്പോർട്ടായിട്ട് പുറത്തേക്ക് വരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇവർ പോയത്? ഇവർ പോയത് ഏത് വർഷങ്ങളിലാണെന്ന് നോക്കുമ്പോൾ മൻമോഹൻ സിംഗ് ഒക്കെ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന അതേ കാലഘട്ടത്തിലാണ് ഇവിടുന്ന് പോയിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം അന്വേഷിക്കാനും തിരിച്ചറിയാനും ഇത് കണ്ടെത്താനും ഒക്കെയുള്ള വഴികൾ ഇവിടെ ഉണ്ടായിരിക്കെ, NIA പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ, അവരെ കൊണ്ട് അത് ചെയ്യിക്കാനോ അല്ലെങ്കിൽ ചെയ്തത് ഉറക്കെ പറയാനോ സാധിക്കാത്ത രീതിയിലേക്ക് വരുമ്പോൾ സത്യത്തിൽ ഇവിടെ കുഴപ്പത്തിലാകുന്നത് ആരാണ്? പൊതുജനം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ആ ഒരു വ്യാപ്തി കുറയും. ഞാൻ പറയാ ഇത് കുഴപ്പത്തിലാക്കുന്നത് മുസ്ലിങ്ങളെ തന്നെയാണ്. മുസ്ലിങ്ങളുടെ ഇടയിൽ ഇത്തരം വലിയൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്ന ഒരു സംഗതി ഉണ്ട്. മുസ്ലിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളെ ഇതുപോലെ തീവ്രവാദത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്ന തരം ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് പറയേണ്ട ആളുകൾ അത് പറയാതിരിക്കുമ്പോൾ, ഇത് നോർമലൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ, ഇത്തരം വിഷയങ്ങൾ പറയാതിരിക്കുമ്പോൾ, അന്നും ഞാനും വിശ്വാസിയായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളും ഇത്തരം ഈ ജിഹാദി ആശയങ്ങൾ അതാണ് ശരി, റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ടുകാരെ പോലുള്ള ആളുകൾ പറയുന്നതാണ് ശരിയെന്ന് ധരിച്ചു നടന്നിരുന്ന ഒരു കാലത്ത് നമ്മളെ ഇത് തെറ്റാണെന്ന് പറയേണ്ട ആളുകൾ അത് പറയുന്നില്ല. കാരണം ഒരു അപ്പീൽ ടു അതോറിറ്റി എപ്പോഴും ഉണ്ട് നമ്മളുടെ സമൂഹത്തിൽ പൊതുവെ നിൽക്കുന്നതാണ്. ഒരു വലിയൊരാൾ ഒരു കാര്യം പറഞ്ഞു, പോലീസുകാരൻ ഒരു കാര്യം പറയുന്നു, മുഖ്യമന്ത്രി ഒരു കാര്യം പറയുന്നു, പ്രധാനമന്ത്രി ഒരു കാര്യം, അവരൊക്കെ വലിയ ആളുകളല്ലേ, അപ്പൊ അത് പറയുമ്പോൾ അത് ഒന്നുമില്ലാതെ അങ്ങനെ പറയോ എന്ന് ഒരു വലിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്ക് വെച്ചിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ പൊതുജനം എന്ന് പറയുന്നത്. മുസ്ലിങ്ങൾക്കും അതിനകത്ത് അതേ രീതി തന്നെയാണ് അവർക്കും പിന്തുടരാനുള്ളത്. അങ്ങനെ വരുമ്പോൾ അത് നോർമലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് പറഞ്ഞു വെക്കുമ്പോൾ, പിണറായി വിജയനെ പോലെയൊക്കെയുള്ള ആളുകൾ പറഞ്ഞു വെക്കുമ്പോൾ അത് മുസ്ലിങ്ങൾക്ക് തെറ്റായ സന്ദേശമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെയാണ് ഞാൻ അടക്കം ഉള്ള ആളുകൾ അത് തിരിച്ചറിയുന്നത്, വലിയ കുഴപ്പത്തിന്റെ വക്കത്തായിരുന്നല്ലോ നമ്മളൊക്കെ എന്ന് ചിന്തിച്ചു പോകുന്നപ്പോഴാണ്. അപ്പൊ ഇവിടെ ആരിഫ്, ഭാരതത്തെ ഭാരതമായി കാണുന്ന മുസ്ലിങ്ങൾ, ഭാരതത്തിന്റെ ഐക്യം, അഖണ്ഡത, അതിലൊക്കെ 100% വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ട്, ബഹുഭൂരിപക്ഷവും അവരാണ്. പക്ഷേ എങ്കിലും അവർ പോലും പ്രതികരിക്കുന്നില്ലല്ലോ ഈ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ പരസ്യമായി രംഗത്ത്. എന്തുകൊണ്ട് അവർ വരുന്നില്ല? ഇപ്പം മുസ്ലിം മത പണ്ഡിതന്മാരൊക്കെ ഉണ്ടല്ലോ, എത്ര പേർ ഈ ഒരു ഭീഷണി അതിനെ ചെറുക്കണം എന്ന് സമുദായത്തിൽ ഉള്ളവരോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വളരെ ചുരുക്കം ആളുകൾ. അങ്ങനെ പൊതുസമൂഹത്തിന് മുമ്പാകെ വന്നവർക്ക് എന്ത് സംഭവിച്ചു എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ?
അതെ, അത് പറയുമ്പോൾ വലിയ തമാശയാണ്. കാരണം ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഈ എക്സ് മുസ്ലിം എന്നൊക്കെ പറയുമ്പോൾ മതം വിട്ട ആളുകളെ ബഹിഷ്കരിക്കാൻ ഇവിടുത്തെ മഹല്ല് സംവിധാനങ്ങള് വീടുകളിലേക്ക് കയറി വരുന്നു. പള്ളിയിൽ നിന്നൊക്കെ ആള് വരുന്നു. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ മതം വിട്ടു എന്ന് അറിഞ്ഞു, എന്താണ് അതിന്റെ നിജസ്ഥിതി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒരു സംഭവമായിട്ടൊക്കെ അത് മാറ്റുന്നതൊക്കെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഈ നാട്ടിൽ ജീവിക്കാൻ കുറച്ച് ഞങ്ങളൊന്ന് തീരുമാനിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആ ഒരു ഹുങ്ക് കാണിക്കുന്നത് നമ്മൾ കാണാം. ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു മുസ്ലിം വീട്ടിലേക്ക് കയറി ചെന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ഭീകരവാദ പ്രവർത്തനത്തിൽ പങ്കെടുത്തു എന്ന് ഞങ്ങൾ അറിഞ്ഞല്ലോ, ഒരു മുസ്ലിം ഇവിടെ നിന്ന് പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഈ പോപ്പുലർ ഫ്രണ്ടുകാരന്റെ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു മഹല്ല് പള്ളിയിൽ നിന്ന് ഒരാളെങ്കിലും ചെന്നിട്ട് നിങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ ഇനി പള്ളിയിൽ കയറ്റണമെന്ന് രണ്ടാമതൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നതിന്റെ ഒരു ചരിത്രം, ഒരു കഥ, ഒരു ചെറുത് ഒരെണ്ണെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. മതം വിട്ടു എന്നതിന്റെ പേരിലേക്ക് വീട്ടിൽ ചെന്ന് കയറിയതിന്റെ, അതല്ലെങ്കിൽ ഉസ്താദിനെ ഒന്ന് ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞതിന്റെ രീതിയിൽ, അല്ലെങ്കിൽ ഇതുപോലെ കല്യാണത്തിന് കുറച്ച് ഒരു സംഗീതം പ്ലേ ചെയ്തു എന്നതിന്റെ പേരിലേക്കൊക്കെ വീട്ടിലേക്ക് കയറി ചെന്നുകൊണ്ട് ഇതുപോലെ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരുന്ന ആ മഹലിലെ ഇതുപോലെയുള്ള തലതൊട്ടപ്പന്മാരോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഭീകരവാദത്തിൽ പങ്കെടുത്തു എന്നതിന്റെ പേരിൽ, കള്ളക്കടത്ത് നടത്തി എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഇതുപോലെ മയക്കുമരുന്ന് വേട്ട അതിനകത്ത് പിടിക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു മുസ്ലിം വീടുകളിലേക്ക് കയറി ചെന്നിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു യുവാവ് യുവതി ഇതുപോലെ ഒരു സംഗതിയിൽ ഉണ്ടല്ലോ, പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകനായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ, പത്രത്തിൽ വായിച്ചല്ലോ, എന്താണത് എന്ന് ചോദിക്കുന്ന ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം എന്താണ്? ഇതാണ് ഇവിടുത്തെ വിഷയം. അതായത് മതത്തിന് വേണ്ടിയിട്ട് മതത്തിന്റെ യഥാർത്ഥ നിയമങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും സാധിക്കില്ല. ഒന്നാമത്തെ കാര്യം. രണ്ട്, ബിൻ ലാദൻ ഇവിടെ കൊല്ലപ്പെട്ടപ്പോ ബിൻ ലാദന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച ഒരു നാടാണ് ഇത്. ബിൻ ലാദന് വേണ്ടി കവിത രചിക്കപ്പെട്ടിട്ടുള്ള നാടാണ് നമ്മുടേത്. പിന്നെ എങ്ങനെയാണ് ഈ സംഗതി ഇവിടെ നടക്കുക ഞാൻ ചോദിക്കുന്നത്. ഇത് വളരെയധികം നോർമലൈസ് ചെയ്യപ്പെടുന്നു. ഭീകരവാദം എന്ന് പറയുന്ന സംഗതി അത് ഏതോ കുറച്ച് ആളുകൾ എന്തോ ചില കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇസ്ലാമിന്റെ കുഴപ്പമല്ല, അത് മുസ്ലിങ്ങളായിട്ടുള്ള ചില ആളുകളുടെ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കുമുണ്ടാവുന്ന അപകടമാണത്. തിരിച്ചു പറയണമെന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്. ഇത് മുസ്ലിമിന്റെ കുഴപ്പമല്ല. ഈ ഭീകരവാദിയായ ഒസാമ ബിൻ ലാദൻ പോലും അയാളുടെ തലയിൽ ഇരിക്കുന്ന ഇസ്ലാമാണ് കുഴപ്പമുണ്ടാക്കിയത്. അയാളിൽ നിന്നും ആ ഇസ്ലാം അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അയാൾ നല്ലൊരു മനുഷ്യനാണെന്നല്ലേ നമ്മൾ പറയേണ്ടത്. അത് ഏത് മുസ്ലിമിന് ബാധകമല്ലേ? അപ്പൊ ഇവിടെ ഈ ആശയത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില മുസ്ലിങ്ങളുടെ തലയിലേക്ക് കാര്യങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവുന്നത് ഇത് മുസ്ലിം വിരുദ്ധതയിലേക്ക് പോലും പോകുന്നു. ഏത് മുസ്ലിമിനെയാണ് കുടിച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയാന്ന് പൊതുസമൂഹം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ആരാണ്? ഈ മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകളും ഈ പൊതു രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളാണ്. അതാണ് നമ്മൾ പറയുന്നത്. ആശയം അത് ഇതുപോലെ അപ്ലൈ ചെയ്യാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഞാൻ ചെറിയൊരു അനുഭവം പറയാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരനായിട്ടുള്ള ഒരു സുഹൃത്ത്, ഞാൻ നടത്തുന്ന പരിപാടിയിലേക്ക് വിളിച്ച ഒരാള്, പുള്ളി സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്നെ വിളിച്ച് നന്ദി പറയാൻ വേണ്ടി വിളിച്ചതാണ്. താങ്കളുടെ പ്രസംഗവും ഇതുപോലുള്ള സംഗതികളൊക്കെ കേട്ട് ഞാൻ പണ്ട് ഒരു അഴകുഴമ്പൻ വിശ്വാസിയായിരുന്നു, ഞാനിപ്പോ ഒരു സലഫിയായി, അതിന് നന്ദിയുണ്ട് എന്ന് പറയാൻ വന്ന് വിളിച്ചതാണ്. ഞാൻ ആളോട് തിരിച്ചു ചോദിച്ചു, ഓക്കെ, നിങ്ങൾ ഇപ്പൊ ഓണം ഉണ്ണാറുണ്ടോ, ക്രിസ്മസിന് കേക്ക് മുറിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ഞാൻ ഈ പറഞ്ഞ അഴകുഴമ്പൻ വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഓണം ഉണ്ണും, അവൻ ഇതുപോലെ ക്രിസ്മസിന് കേക്ക് മുറിക്കും, അവൻ വിഷുവിന് പടക്കം പൊട്ടിക്കും. അതേസമയം അവൻ സലഫി ആകുന്നു, യഥാർത്ഥ വിശ്വാസിയാകുന്നു, യഥാർത്ഥ ഇസ്ലാമിലേക്ക് ചെന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? പിന്നെ അവന് ഓണം ഉണ്ണാൻ കഴിയില്ല, ഓണം ഹറാമാണ്. അവന് പിന്നെ ക്രിസ്മസിന് കേക്ക് മുറിക്കാൻ കഴിയില്ല, കേക്ക് മുറിക്കൽ ഹറാമാണ്. വിഷുവിന് പടക്കം പൊട്ടിക്കാൻ കഴിയില്ല, അത് ഹറാമായി മാറുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോ മതത്തിലേക്ക് കൂടുതൽ അടുക്കും തോറും എന്താ മാറ്റം ഉണ്ടായത്? വ്യക്തി ഒന്ന് തന്നെയാണ്, പക്ഷെ ആ വ്യക്തിയുടെ തലയിൽ ഇരുന്ന സോഫ്റ്റ്വെയർ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു, അത്രേ ഉണ്ടായിട്ടുള്ളൂ. ഈ സോഫ്റ്റ്വെയർ തന്നെയാണ് ഈ പ്രശ്നം. അത് നമ്മൾ തിരിച്ചറിയണം. ഇതിന്റെ ആശയത്തിന്റെ പിന്നിൽ നടക്കുന്ന ആളുകളാണ് ഈ പോപ്പുലർ ഫ്രണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, യെസ്. ശ്രീ ആർ വി ബാബു, ആഗോള ഭീകര സംഘടനകളുടെ പതിപ്പാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, നിരോധിത സംഘടന. PFIക്ക് അൽ ഖ്വയ്ദ, IS, ലഷ്കർ ബന്ധം. അത് മാത്രമല്ല, കേരളത്തിൽ രക്തരൂക്ഷിത കലാപങ്ങളായിരുന്നു ലക്ഷ്യം. ഹൈന്ദവ നേതാക്കന്മാരെ ലാക്കാക്കിയായിരുന്നു ആസൂത്രണങ്ങൾ. ഇതൊക്കെ NIA കണ്ടെത്തിയിരിക്കുന്നു, കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. കോടതിയുടെ ഭാഗത്തു നിന്നും ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വളരെ ഗുരുതരമല്ലേ? എന്തായാലും ഈ സംഘടന ഇപ്പോൾ നിരോധിക്കപ്പെട്ടിട്ട് 2 വർഷം പൂർത്തിയാകാനിരിക്കെ ആണ് കൂടുതൽ വിവരങ്ങൾ NIA പുറത്തു വിടുന്നത്. അല്ല, PFIയെ സംബന്ധിച്ച്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് NIA ഇപ്പോൾ കോടതിയിൽ കൊടുത്തിട്ടുള്ള ആഫിഡാവിറ്റിൽ, ആ ഒരു റിപ്പോർട്ടിൽ പുതുമയൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, PFIയെ കുറിച്ച് നേരത്തെ നടന്ന ചർച്ചകളിലൊക്കെ ഈ സമാനമായ രീതിയിൽ
കേരളത്തിൽ മാത്രമല്ല മുഴുവൻ ഭാരതത്തിലും PFIയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്, അവരുടെ മോഡസ് ഓപ്പറാൻഡി എന്താണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ വിശദമായ രീതിയിലുള്ള ചർച്ചകൾ നമ്മൾ മുൻപ് നടത്തിയിട്ടുണ്ട്. NIA അത് കുറച്ചുകൂടി ഉറപ്പിച്ച് വളരെ കൃത്യമായിട്ടുള്ള ചില തെളിവുകളുടെ പിൻബലത്തോടു കൂടിയിട്ട് PFIയുടെ സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ വിഷയത്തെ വളരെ ഗൗരവമായിട്ട് എങ്ങനെയാണ്, ഇപ്പം നമുക്ക് PFI എന്നുള്ള സംഘടനയെ നിരോധിച്ചു, അതോടെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ എല്ലാ ഭീഷണിയും അവസാനിച്ചു എന്നുള്ള ഒരു ധാരണയൊന്നും നമുക്കില്ല. നമുക്കറിയാം ഇപ്പോൾ PFIയെ കുറിച്ച് കൊടുത്ത ഇതേ റിപ്പോർട്ടുകൾ തൊട്ട് മുൻപ് നമുക്ക് നിരോധിക്കപ്പെട്ട സിമിയെക്കുറിച്ചും ഇതേപോലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ UAPA ആക്ട് അനുസരിച്ചുള്ള ഫസ്റ്റ് ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട തീവ്രവാദ സംഘടനകളിൽ ഏകദേശം 45ഓളം തീവ്രവാദ സംഘടനകളുണ്ട്. ആ 45ഓളം തീവ്രവാദ സംഘടനകളിൽ ഒന്നാണ് സിമി. അത് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു തീവ്രവാദ സംഘടനയാണ്, ഭീകരവാദ സംഘടനയാണ്. തീവ്രവാദ സംഘടന എന്ന് പറയുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഈ തീവ്രവാദ സംഘടന, ഭീകരവാദ സംഘടന എന്ന് പറയുമ്പോൾ ഒന്ന് എക്സ്ട്രീം ഓർഗനൈസേഷൻ ആണെങ്കിൽ മറ്റൊന്ന് ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ്. അപ്പോൾ സിമി ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സംഘടനയാണ്. പക്ഷേ PFI അങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സംഘടന ആയിട്ടില്ല ഇതുവരെ. എന്നാൽ അവർ ബാൻഡ് ഓർഗനൈസേഷനാണ്, നിരോധിക്കപ്പെട്ട സംഘടനയാണ്. നിരോധിക്കപ്പെട്ട സംഘടന എന്നുള്ളത് ലിസ്റ്റ് ചെയ്യപ്പെടാവുന്ന എല്ലാ അർഹതയുമുള്ള, യോഗ്യതയുമുള്ള, അതിന് ക്വാളിഫൈ ചെയ്യപ്പെട്ട ഒരു ഉത്തമമായ ഭീകരവാദ സംഘടന തന്നെയാണത്. 5 വർഷത്തേക്കാണ് PFIക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ 5 വർഷത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് PFI കോടതിയിൽ പോയിരുന്നു, സുപ്രീം കോടതിയിലടക്കം പോയി. പക്ഷേ സുപ്രീം കോടതി അത് പരിഗണിച്ചില്ല. കാരണം ട്രിബ്യൂണൽ അംഗീകരിച്ചതാണ് നിരോധനം. ട്രിബ്യൂണൽ അംഗീകരിക്കപ്പെട്ട നിരോധനത്തിന് പിന്നെ അതിന് റിവ്യൂ ഇല്ല. 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും, അല്ലെങ്കിൽ 5 വർഷത്തിനിടയ്ക്ക് വീണ്ടും ട്രിബ്യൂണലിനെ സമീപിക്കാം എന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇന്ന് PFI ആണെങ്കിൽ ഇന്നലെ സിമി ആയിരുന്നു, അല്ലെങ്കിൽ അത് NDF ആയിരുന്നു, അത്തരത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മുജാഹിദീൻ ആയിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഏകദേശം 15ഓളം മുസ്ലിം തീവ്രവാദ സംഘടനകൾ, ഭീകരവാദ സംഘടനകൾ എന്ന രീതിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ 45 സംഘടനകളിൽ ഇപ്പോൾ ഖാലിസ്ഥാൻ ഭീകരവാദ സംഘടനയുമായി ബന്ധപ്പെട്ട് 3-4 സംഘടനകളുണ്ട്. തമിഴ് ഈഴവുമായി ബന്ധപ്പെട്ട് 3-4 ഭീകരവാദ സംഘടനകളുണ്ട്. അതേപോലെ നോർത്ത് ഈസ്റ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന 3-4 ഭീകര സംഘടനകളുണ്ട്. അങ്ങനെയാണ് 45. പക്ഷേ ഒരു മത ആശയം പിന്തുടരുന്ന ഒരൊറ്റ സംഘടന എന്ന നിലയ്ക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണ് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ളതെന്ന് കാണാം. ഇവിടെ നമ്മയൊക്കെ ആശങ്കപ്പെടുത്തുന്നത്, ഈ തീവ്രവാദ സംഘടനകൾ ഇന്ന് PFI പോയാൽ നാളെ മറ്റൊരു പേരിൽ വേറൊരു സംഘടന രൂപം കൊള്ളും എന്നുള്ള കാര്യത്തിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആശങ്കപ്പെടുന്നുണ്ട്. ആ ആശയമാണ് യഥാർത്ഥത്തിൽ നമുക്ക് എങ്ങനെ പൊളിറ്റിക്കൽ ഓർഗനായിട്ട്, രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഇപ്പോഴും SDPI ഉണ്ടല്ലോ. തീർച്ചയായും SDPIയുടെ ഒരു മിലിറ്റന്റ് ഓർഗനൈസേഷനായിട്ട് പ്രവർത്തിച്ചിരുന്നതാണ് PFI. സംശയമൊന്നുമില്ല. അനിൽ നമ്പ്യാർ പറഞ്ഞ പോലെ SDPI ഇപ്പോഴും, കാരണം അവരൊരു പൊളിറ്റിക്കൽ സംഘടനയുടെ രജിസ്ട്രേഷനിൽ പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന പ്രിവിലേജ്, അതിൻ്റെ അഡ്വാൻറ്റേജ്, അതൊക്കെ എടുത്തുകൊണ്ട് SDPI ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ നാട്ടിലല്ല ലോകത്ത് മുഴുവൻ ഉള്ള ഒരു പ്രത്യേകതയാണ്, തീവ്രവാദ സംഘടനകൾക്ക് വ്യത്യസ്ത പേരുകളിൽ, വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും അവർക്ക് രംഗത്ത് വരാൻ, പ്രവർത്തിക്കാനുള്ള സാഹചര്യമുണ്ട്. തീവ്രവാദത്തിൻ്റെ ആശയത്തെയാണ് നമ്മൾ നിഷ്കാസനം ചെയ്യേണ്ടത്. ആ ആശയം നിലനിൽക്കുന്നിടത്തോളം ആ ആശയത്തെ പിൻപറ്റിക്കൊണ്ട് തീവ്രവാദ സംഘടനകൾ ഉദയം ചെയ്തുകൊണ്ടേയിരിക്കും. ആ ആശയം എന്താണ്? ആ ആശയം ബഹുസ്വര സമൂഹത്തിൽ, ജനാധിപത്യ സമൂഹത്തിൽ, മറ്റ് ഇതര സമൂഹങ്ങളോട് അങ്ങേയറ്റം എന്താ പറയുക, വളരെ നിർദ്ദയമായ രീതിയിൽ അവരെയൊക്കെ കൊല്ലപ്പെടേണ്ടവരാണ്, അവരില്ലാതാക്കപ്പെടേണ്ടവരാണ് എന്ന ഒരു മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ആശയമാണ്. ആ ആശയം ലോകത്ത് മുഴുവൻ ഭീഷണി പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആശയമാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ആ ആശയത്തെ ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഒരു ഭാഗ്യവശാൽ ഒരു പക്ഷേ കേരളത്തിൽ ആ ആശയത്തെ പിൻപറ്റി ജീവിക്കുന്ന ആളുകൾ മുഴുവൻ ആ ആശയം അതേപടി നടപ്പാക്കണം എന്ന് ശഠിക്കുന്നവരല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ 18 കോടി ആളുകളും തീവ്രവാദികളായി പോയേനെ. അങ്ങനെ 18 കോടി ആളുകളും തീവ്രവാദികളാവാത്തതിന്റെ കാരണം നമ്മുടെ ഭാരതത്തിന്റെ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള ബഹുസ്വരതയിലും ജനാധിപത്യത്തിലും ദേശീയതയിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ്. അവരിപ്പോഴും പഴയ പാരമ്പര്യത്തിലും മറ്റും ഒക്കെ പിൻപറ്റിക്കൊണ്ട് അവർ പൂർണ്ണമായും ഈ ആശയത്തിന് പിൻപറ്റി ജീവിക്കുന്നവരായി മാറിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ആ സമൂഹത്തെ മാറ്റിയെടുക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ വളരെ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന പർദ്ദ.
വളരെ വ്യാപകമായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാമൈസേഷൻ, ആ ഇസ്ലാമൈസേഷൻ എന്നുള്ളത് ഈ തീവ്രവാദത്തെ സാമാന്യ മുസ്ലിം സമൂഹത്തിൻ്റെ ആശയമാക്കി മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു ഇസ്ലാമൈസേഷൻ എന്നുള്ളത്. അത് ഭക്ഷണത്തിലൂടെ, വേഷവിധാനത്തിലൂടെ, അതേപോലെ ഭാഷയിലൂടെ, വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ, നമ്മുടെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ മേഖലയിലൂടെയൊക്കെ ഇസ്ലാമൈസേഷൻ അതിൻ്റെ എല്ലാ മേഖലയിലും പിടിമുറുക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, ഇന്നലെ വരെ കാണാത്ത ചില ഒരു സ്വഭാവ വിശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ സ്കൂളിൽ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പ്രത്യേക സമയം വേണം, പ്രത്യേക സൗകര്യം ചെയ്തു തരണം. അത് ആരുടെ സ്കൂളാണ്? അത് മറ്റൊരു ന്യൂനപക്ഷ സമൂഹത്തിന്റെ സ്കൂളാണെങ്കിൽ പോലും ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് നിസ്കരിക്കാനുള്ള അവകാശമുണ്ട്, അത് ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടണം. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാം അതിൻ്റെ തീവ്രവാദത്തിന്റെ പിടിമുറുക്കലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിന്റെ തീവ്രവാദ ശക്തികളുടെ പിടിമുറുക്കലാണ്. അത് വ്യാപകമായി കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പൊതു സമൂഹത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം എങ്ങനെയായിരിക്കണം എന്ന ആ വിധി, അത് ഇസ്ലാമിന്റെ ഈ കുറച്ചുകൂടി മോഡറേറ്റ് ആയിട്ടുള്ള സംഘടനകൾ എന്ന് പറയുന്ന സംഘടനകൾക്ക് വരെ ആ ആശയം പിൻപറ്റേണ്ടി വരികയാണ്. ഇപ്പൊ സമസ്ത പോലുള്ള സംഘടനകൾ, ഈ പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ IS അല്ലെങ്കിൽ അൽ ഖ്വയ്ദ തുടങ്ങിയിട്ടുള്ള സംഘടനകൾ, താലിബാൻ പോലുള്ള സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിനെ കുറെയൊക്കെ പിന്തുണയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ്. കാരണം ആ സമുദായത്തിൽ ഇവർ പ്രത്യക്ഷപ്പെടുന്നത് ഞങ്ങൾ മതത്തിന്റെ രക്ഷകരാണ് എന്നാണ്. ഇസ്ലാം അപകടത്തിലാണ്, മുസ്ലിങ്ങൾ ഇരകളാണ്. അപ്പോൾ അപകടത്തിലാകപ്പെട്ട ഇസ്ലാം, അതിൽ ഇരകളാക്കപ്പെട്ട മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ ചാവേറുകളായി ജീവൻ കളയാൻ തയ്യാറായിട്ടുള്ള ആളുകളും ഞങ്ങൾ. അപ്പോൾ അത്തരം ആളുകളോടുള്ള സ്വാഭാവികമായ ഒരു സമുദായത്തിൽ ഉണ്ടാകുന്ന സഹാനുഭൂതിയും പിന്തുണയും മുസ്ലിം സമൂഹത്തിൽ ഏറെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് ഭയന്നുകൊണ്ട് സമസ്തയടക്കം മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ അവര് ഈ തീവ്രവാദത്തിനെ ഇപ്പോ അതിന്റെ കുറെ മേഖലകളെയൊക്കെ പിന്തുണയ്ക്കേണ്ട സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ശരീഅത്തിന് എതിരായിട്ട് സംസാരിക്കാൻ, അല്ലെങ്കിൽ ശരീഅത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകളുടെ സ്വത്താവകാശം, സ്ത്രീകളുടെ തുല്യത എന്നതിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾക്ക് സാധ്യമല്ല, സമസ്ത അടക്കമുള്ള സംഘടനകൾക്ക് സാധ്യമല്ല. അല്ലെങ്കിൽ സ്ത്രീകളുടെ പൊതുരംഗത്തുള്ള അവരുടെ സാന്നിധ്യവും പൊതുരംഗത്തുള്ള അവരുടെ പ്രവർത്തനത്തെയും വിലയിരുത്തിക്കൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ അവിടെ സ്ത്രീകളുടെ സാന്നിധ്യം എവിടെയായിരിക്കണം, സ്ഥാനം എവിടെയായിരിക്കണം എന്നുള്ളത് യഥാർത്ഥത്തിൽ ജമാഅത്ത് മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ ആശയത്തോടൊപ്പം നിൽക്കേണ്ട സാഹചര്യം കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്കുണ്ട്. ഈ മോഡറേറ്റ് സംഘടനകൾ എന്ന് പറയുന്ന സംഘടനകൾക്ക് വരെയുണ്ട്. അപ്പോ അതിന്റെ കാരണം ഈ മുസ്ലിം സമുദായത്തിനുള്ളിൽ തീവ്രവാദ സംഘടനകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സഹാനുഭൂതിയുണ്ട്, കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആശയമുണ്ട്. അതിന് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ ഇരകളാണെന്നും മുസ്ലിങ്ങളുടെ വേട്ടയാടപ്പെടുകയാണെന്നും ഇസ്ലാമോഫോബിയാണ് ഇതിന്റെ പിന്നിലുള്ളതും എന്നൊക്കെ നിരന്തരമായ പ്രചരണം നടത്തിക്കൊണ്ട് മുസ്ലിം സമുദായത്തിനുള്ളിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയും മുസ്ലിങ്ങൾ ഇവിടെ വല്ലാത്ത പീഡനങ്ങൾ അനുഭവിക്കപ്പെടുന്ന ജനതയാണ് എന്നുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കുന്നതിൽ ഇവിടുത്തെ മാധ്യമങ്ങളും മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വലിയ പങ്ക് വഹിക്കുകയുണ്ടായി. അതിൻ്റെയൊക്കെ കാരണം കൊണ്ടാണ് മുസ്ലിം സമുദായത്തിനുള്ളിൽ ഈ തീവ്രവാദ സംഘടനകൾക്ക് ഈ പിന്തുണ കിട്ടാൻ കാരണം. ശക്തമായിട്ട് ഇപ്പോൾ പാലസ്തീൻ വിഷയം ചർച്ച ചെയ്യുന്നു. എന്തിനാണ് പാലസ്തീൻ വിഷയം കേരളത്തിൽ ചർച്ച ചെയ്യുന്നത്? പാലസ്തീൻ വിഷയം ചർച്ച ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണ് യുക്രൈൻ വിഷയം ചർച്ച ചെയ്യണ്ടേ? അതേ ഗൗരവത്തോടെ, അതേ ഗൗരവത്തോടെ നമ്മുടെ ലോകത്ത് പല രാജ്യത്തും നടക്കുന്ന യുദ്ധങ്ങൾ ചർച്ച ചെയ്യണ്ടേ? എന്തുകൊണ്ടാണ് പാലസ്തീൻ മാത്രം ചർച്ച ചെയ്യുന്നത്? അവിടെ ഇരകളാക്കപ്പെടുന്നവരുടെ മതം ഇവിടത്തെ ഈ ഒരു വലിയ വിഭാഗം ജനങ്ങൾ വിശ്വസിക്കുന്ന മതത്തോട് സാത്മീകരിക്കപ്പെടുകയോ താതാത്മ്യപ്പെടുകയോ അതിനോട് പിന്തുണ നേടുകയോ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ഈ രാഷ്ട്രീയക്കാരൊക്കെ അതിനെ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അത്തരത്തിൽ ഉള്ള പ്രചരണങ്ങൾ നമ്മുടെ നാട്ടിൽ ഇസ്ലാം സമൂഹത്തിനുള്ളിൽ വലിയ തോതിൽ ഒരു ഇസ്ലാമോഫോബിയയ്ക്ക് ഇരകളാണ് തങ്ങളെന്നും ഇരകളാക്കപ്പെട്ടവരാണെന്നും വേട്ടയാടപ്പെടുന്നവരാണെന്നും ഞങ്ങളെയൊക്കെ ഇവിടെ രണ്ടാം തരം പൗരന്മാരായിട്ട് കാണപ്പെടുന്നു എന്നൊക്കെയുള്ള ഒരു തെറ്റായ നരേറ്റീവ് സൃഷ്ടിച്ച് അവരെ അതിൽ കുടുക്കിയിടുന്നതിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി പരിണത ഫലമാണ് ഈ യഥാർത്ഥത്തിൽ ഇന്ന് PFIക്കെതിരെ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ നാളെ അനിൽ നമ്പ്യാർ മറ്റൊരു സംഘടനയായിട്ട് അത് വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം
അത് ആ ആശയം നിലനിൽക്കുന്നിടത്തോളം ആ ആശയത്തെ പിൻപറ്റിക്കൊണ്ട് ഇപ്പോൾ സർക്കാർ വളരെ ശക്തമായ നടപടികളും അല്ലെങ്കിൽ വളരെ കീനായിട്ട് അത് വാച്ച് ചെയ്യുന്നുള്ളത് കൊണ്ടൊക്കെ ഒരു പക്ഷേ കുറച്ചൊക്കെ നമുക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ദുർബലമായ മറ്റൊരു സർക്കാരാണ് പകരം വരുന്നതെങ്കിൽ എന്തായിരിക്കും ഭാരതത്തിന്റെ സ്ഥിതി, ഭാരതത്തിൽ ഇവരുടെയൊക്കെ സ്ഥാനം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ആശങ്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. യെസ്, ആശങ്കയോടെ മാത്രമേ നോക്കിക്കാണാൻ സാധിക്കൂ. ശ്രീ സുഭാഷ് ബാബു, സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും സ്റ്റേറ്റ് ഇൻ്റലിജൻസിൻ്റെയും ഒക്കെ പരാജയത്തിലേക്കല്ലേ NIA റിപ്പോർട്ടും NIA കോടതിയുടെ നിരീക്ഷണങ്ങളും വിരൽ ചൂണ്ടുന്നത്? ഇപ്പോൾ കേരളത്തിൽ വേരുറപ്പുണ്ടായിരുന്ന ഒരു സംഘടന ആഗോള ഭീകര സംഘടനകളുമായി കൈകോർത്തിട്ടും അറിഞ്ഞില്ലെന്ന് പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം അത് എന്റെ അനുഭവത്തിൽ തന്നെ 1995 മുതൽ ഈ ഭീകരവാദ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ രഹസ്യ വിവരങ്ങളൊക്കെ ശേഖരിച്ച് ഗവൺമെന്റിന് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ട് എന്നെ കൊണ്ട് ഗവൺമെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യിച്ചതാണ്. എനിക്കതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ. ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയാലും ശരി കുറെ അധികം വിവരങ്ങൾ ശേഖരിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ചാരിതാർത്ഥ്യം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അന്ന് മുതൽ തന്നെ എന്റെ അനുഭവത്തിൽ നിന്ന് നമ്മളിപ്പം ഇവിടെ ഉണ്ടായി എന്ന ആർക്കും ആദ്യം സമ്മതിക്കാൻ പറ്റാതിരുന്ന ക്യാമ്പസ് ഉണ്ടായാലും അതിനുശേഷം വളരെ ലവ് ജിഹാദ് എന്ന് പറയുന്ന സാധനം ആരും സമ്മതിച്ചിട്ടില്ല. പക്ഷെ അതൊരു യാഥാർത്ഥ്യമായിട്ട് ആ പേരിൽ അല്ലെങ്കിൽ പോലും ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് പരസ്പരം സഹായിച്ചില്ല. ആദ്യമായിട്ട് എന്റെ ശ്രദ്ധയിൽ വരുന്നത് 97 98 99 കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. കാരണം അവിടെ ഒരു വിഭാഗം വിദ്യാർത്ഥിനികളെ മറ്റാളുകളുമായിട്ട് സൗഹൃദം ബന്ധമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ പോയി അവരെ ഭീഷണിപ്പെടുത്തുക, അവരെ പിന്തിരിപ്പിക്കുക, ഇവിടെ അവരോട് നിസ്സഹകരിക്കുക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓരോരോ കോളേജുകളിലേക്കും പോയി. പിന്നെ കാസർഗോഡ് കോളേജിലുണ്ടായിരുന്നു കുറച്ച്, അങ്ങനെ പല കോളേജുകളിലും പിന്നെ തലശ്ശേരിയില്, പിന്നെ ഇവിടെ നിന്ന് മധ്യ തിരുവിതാംകൂറിലൊക്കെ പല കോളേജുകളിലും ഉള്ളതായിട്ടൊക്കെ അന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഗവൺമെന്റ് അംഗീകരിച്ചോ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ പോലും സമ്മതിക്കാത്ത സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഈ DGP ആയിരുന്ന കാലത്ത് പിന്നെ TP സെൻകുമാർ മാത്രമേ എന്തെങ്കിലും ഒരു ഏതാണ്ട് പിന്നെ സത്യങ്ങളെങ്കിലും പറയാൻ അദ്ദേഹത്തിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ പല ആളുകളായാലും ശരി വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്നു. എന്നിരുന്നാൽ പോലും സമ്മതിക്കാതിരുന്ന വ്യക്തി സർവീസിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം ശ്രീമാൻ ജേക്കബ് ബെഹ്റയൊക്കെ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷമാണ് തുറന്നു പറഞ്ഞത്. ഒക്കെ അവരൊക്കെ പിന്നെ പരസ്യമായിട്ട് പറഞ്ഞു. കാരണം അതൊക്കെ അവരുടെ മനസാക്ഷി കുത്തുവാണ്. സർവീസിൽ ഇരുന്ന അവസരത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് പുറത്തേക്ക് പറയാൻ പാടില്ലാത്ത നിയന്ത്രണങ്ങളും അതിനേക്കാൾ ഉപരി സമ്മർദ്ദങ്ങളും ഉള്ള സാഹചര്യത്തില് അവരെ സംബന്ധിച്ചോളം അവര് ശ്വാസം മുട്ടി എന്നുള്ളതിന് തെളിവാണ്. റിട്ടയർ ചെയ്തതിന് ഉടനെ തന്നെ റിട്ടയർ ചെയ്യുമ്പോൾ തന്നെ ഇതൊക്കെ വിളിച്ചു പറയുന്നത് എന്താണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാം. അപ്പൊ ഇതൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ പരസ്യമായിട്ട് സമ്മതിക്കാനോ സമ്മതിപ്പിക്കാനോ ഭരണനിർവഹണം നടക്കുന്ന ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ സാധിച്ചില്ല എന്നുള്ളത് അത് രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിലാണ്. കാരണം നമുക്കിവിടെ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അറിയാം അവരുടെ പ്രഖ്യാപിത നയങ്ങൾ എന്താണെന്ന് അറിയാം. വോട്ട് ബാങ്ക് ഉണ്ടാക്കുക, വോട്ട് ബാങ്ക് വെച്ചിട്ട് ബാർഗെയിൻ ചെയ്യുക, ബാർഗെയിൻ ചെയ്തിട്ട് അവര് വരുതിക്ക് കൊണ്ടുവരിക എന്നുള്ള ഒക്കെ രീതിയിലാണ്. കാരണം മുമ്പ് എനിക്ക് തന്നെ നേരിട്ട് അനുഭവങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം ഇത് ചെയ്തിട്ട് ഇവരുടെ പേരിൽ കർശനമായി നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ട് 99 ഒരു ശക്തമായ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തലത്തിൽ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി അതിന് ഇവരുടെ കേസുകളൊക്കെ പ്രത്യേകമായിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. 6 DYSPമാരെ കണ്ടുപിടിച്ച് ഈ കേസുകളൊക്കെ ലിസ്റ്റ് ചെയ്ത് 64 കേസുകളുണ്ടായിരുന്നു ഇവര് ഓരോ സ്ഥലത്ത് ഇൻവോൾവ് ചെയ്ത്. ആ കേസുകൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്ത അവസരത്തിൽ ഈ പറയുന്ന വ്യക്തികൾ തന്നെ അന്നത്തെ LDF പിന്നീട് PFI ആയിട്ട് മാറി. അവര് തന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അല്ലെ ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാനുള്ളതാണ് ഉദ്ദേശമാണില്ലേ, അപ്പൊ അതുകൊണ്ട് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്തൊക്കെയും ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ അവര് പോയിട്ട് അത് ന്യൂട്രലൈസ് ചെയ്തു. ഈ ഉദ്യോഗസ്ഥന്മാരെ അവിടെ വെച്ചു എന്നല്ലാണ്ട് അവർക്ക് വാഹനം കൊടുക്കുകയോ കൂടുതൽ ആള് കൊടുക്കുകയോ ഒന്നും ചെയ്യാണ്ട് അത് ഒന്നുമില്ലാതെ മനസ്സിൽ അനാഥരായിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ നടക്കുകയും 4-5 മാസത്തിന് ശേഷം 5-6 മാസത്തിന് ശേഷം ഇവരൊക്കെ അവരവരുടെ പഴയ ലാവണത്തിൽ പോയിട്ട് അവിടുത്തെ ജോലി എടുത്തിരിക്കുകയും ചെയ്തു. ഇതൊന്നും നടന്നിട്ടില്ല. ഇതൊക്കെ ആ ഫയലുകളൊക്കെ അടച്ചു കെട്ടി പൂട്ടിയ അവസരത്തിൽ ഇങ്ങനെ നിന്ന് അങ്ങനെ പല പല അനുഭവങ്ങൾ എനിക്ക് തന്നെ ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ മാത്രമല്ല പറയുന്നത്. വളരെ മുമ്പ് മുതലേ
ആരും പറയാതിരുന്ന സമയത്ത് പോലും ഞാൻ വളരെ ശക്തിയായിട്ട് പത്രമാധ്യമങ്ങളിലും എല്ലാം ചാനലുകളിലൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇതൊന്നും സമ്മതിക്കാൻ തയ്യാറില്ല. കാരണം സമ്മതിച്ചാൽ എന്താണ്, നടപടി എടുക്കാൻ പറ്റില്ല. നടപടി എടുക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമായിട്ടുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടാവും. ആ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ഇഷ്ടപ്പെടുന്നില്ല. അനുകൂലമായി നിൽക്കുന്ന നിലപാടുകളാണ് അവരെ സംബന്ധിച്ച സുഖകരമായ സാഹചര്യം. അപ്പോ അതുകൊണ്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇത് വളരാനും ഇതേമാതിരി പുഷ്ടിപ്പെടാനും ഒക്കെ ഉണ്ടായിരുന്ന സാഹചര്യം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘടനയില്ല. അവരെ സംബന്ധിച്ച് ഈ സംഘടനയാണ് അടിസ്ഥാനപരമായിട്ട് അവരുടെ വിശ്വാസ പ്രമാണം എങ്കിൽ പോലും എല്ലാ രാഷ്ട്രീയ സംഘടനകളിലും ബാക്കിയുള്ള സാമൂഹ്യ സംഘടനകളും അവർ പ്രവർത്തിക്കുന്നതിന് അവർക്ക് വിലക്കില്ല. പക്ഷേ അതുമായിട്ടൊക്കെ നിൽക്കുമ്പോൾ സജീവമായിട്ട് രാഷ്ട്രീയമാണെങ്കിൽ ഒരു പാർട്ടിയിലാണെങ്കിൽ ആ പാർട്ടിയിൽ നിൽക്കുക. അതേ പ്രകാരം തന്നെ ഇവരുടെ കൂറ് മുഴുവൻ ഈ പ്രസ്ഥാനങ്ങളുമായിട്ട് ആണ്, NDF അല്ലെ PFIയുമായിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ മറ്റേത് അവർക്കൊരു ഒരു രക്ഷാകവചം എന്നുള്ള രീതിയിൽ ഞാൻ ഇന്ന പാർട്ടിയിൽപ്പെട്ടതാണ്, അപ്പൊ അയാളുടെ പേര് നടപടി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പാർട്ടിക്കാരായിരിക്കും വരുന്നത്. അത് ഞങ്ങളുടെ ആളുകളാണ്, അവൻ എങ്ങനെയൊന്നുള്ള കുഴപ്പമില്ല ആണെന്നല്ല അറിയാം. പക്ഷെ എന്താ ചെയ്യുന്നതെന്ന് അറിയാം, ലേബൽ എന്താണ്, പ്രത്യക്ഷത്തിൽ ഇങ്ങനെയുള്ള ലേബലിലാണ് ഇവരൊക്കെ വരുന്നത്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോ ആ സംഘടനയിൽപ്പെട്ട ആളുകളുമായിട്ട് മുന്നോട്ട് വരുന്നത്. അവർ ഇതിലൊന്നും പെട്ടിട്ടില്ല എന്ന് അവരുടെ പദവി സർട്ടിഫിക്കറ്റ്. അത് തിരിച്ചെഴുതാൻ എന്താന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോ അതുകൊണ്ട് ഇതൊക്കെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാലും ബോധ്യപ്പെട്ടതിന് ശേഷം അതിന് ശക്തമായ നടപടികളിലേക്ക് പോകുന്ന അവസരത്തിൽ അതിനൊക്കെ കൂച്ചുവിലങ്ങിട്ട് നിർത്തുന്ന ഒരു സാഹചര്യം കേരളത്തില് എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ഭരണ സംവിധാനങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ലാത്ത കാരണം ഞാൻ അനുഭവസ്ഥനായതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഇത് കൈവിട്ടു പോകും എന്നാൽ ഇവിടെ നടപടി എടുക്കാതിരിക്കുന്ന അവസരത്തിലത്തെ സാഹചര്യത്തിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പിന്നെ നമ്മളെ NIA, അത് ബോംബെ ആക്രമണത്തിന് ശേഷം NIA വന്നു, UPA ആക്ട് കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അത് ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് അതിന്റെ കൂടെ പിന്നെ UAPA പിന്നെ അത് NIA ആക്ടുകളൊക്കെ വന്നു. അതിനുവേണ്ടി പ്രത്യേക സംവിധാനമൊക്കെ ഉണ്ടാക്കാതെ നിലനിൽക്കാൻ പറ്റില്ല ഇന്ത്യക്കെന്നും ബോധ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോ രക്ഷപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് NIA എന്ന് പറയുന്ന ഒരു സംവിധാനം ഉള്ളത് കൊണ്ടാണ് നമ്മളെ സംബന്ധിച്ച് ഇവിടുത്തെ തീവ്രവാദികളെ ഒറ്റയടിക്ക് തന്നെ എല്ലാവരെയും പിടിച്ച് ജയിലിടുകയും അവരെ സംബന്ധിച്ചോളം ട്രൈബ്യൂണലിൽ പോയിട്ട് എല്ലാം സുപ്രീം കോടതി പോയി. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു ഇവിടെ ഒന്നും എടുക്കാൻ പറ്റില്ല. അത് തന്നെ കേരള പോലീസിനെ അറിയിക്കാതെ വളരെ രഹസ്യമായി വന്നതുകൊണ്ട് ഇത്രയധികം സാമൂഹ്യ വിരുദ്ധരെ, ദേശവിരുദ്ധരെ തീഹാറിലും മറ്റ് ജയിലുകളിലും അടക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ അതും ആ വിവരവും ചോർന്നേനെ. അല്ല, ഒരു സംശയമില്ല. ചോരുമെന്നുള്ളതിന് ബാക്കി ആരെക്കാൾ കൂടുതൽ അങ്ങനെ ചോരും പിടിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമാണ് അവരെ അറസ്റ്റ് ചെയ്യാൻ. അതിനുശേഷം അവരുടെ പ്രോപ്പർട്ടി അന്ന് കോൺഫിസ്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എത്ര ചെയ്തു, എങ്ങനെ ചെയ്തു, എത്ര താമസം വേണ്ടിയിട്ട് എത്രമാത്രം ചെയ്തു എന്ന് നമുക്കറിയാമല്ലോ. ഫലപ്രദമായിട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ പിന്നെ തീവ്രവാദം എന്ന് പറയുന്ന സംഘടന ഇവരുമായിട്ട് ബന്ധമുണ്ട്, മറ്റ് വൈദേശികമായ തീവ്രവാദവുമായിട്ട് കൊണ്ട് ഇവർ വളരെ അപകടകാരികളായ ഒരു സംവിധാനമാണ് എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോ അവരുടെ മുതലുകളൊക്കെ കണ്ടല് വെക്കണമെന്നുള്ള ഒരു പെറ്റീഷൻ കോടതിയിൽ പോവുകയും ആ കോടതി ഇനി ഇത് വിശദമായി പരിശോധിച്ചതിന് ശേഷം അതെന്തായാലും ശരി UAPA ആക്ട് പ്രകാരം അതിന് അനുവാദം കൊടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിപ്പം നേരത്തെ ഡോക്ടർ ഹുസൈനും അതേമാതിരി ആവി ബാബു അദ്ദേഹം ഒക്കെ പറഞ്ഞ പ്രകാരം എന്താന്ന് പറഞ്ഞാൽ ഇത് മാറില്ല എന്നുള്ളത് പണ്ട് നമുക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അത് പണ്ട് കാരണം ഒരു പേരല്ലെങ്കിൽ വേറൊരു പേരിൽ അത് തിരിച്ചു വരും. ഇപ്പോ ഇത് ഫങ്ഷനിങ് ഇല്ല എന്നൊക്കെ പറഞ്ഞ ഒരു ശുദ്ധ സംബന്ധം. പക്ഷെ അത് പ്രകടമായിട്ട് പണ്ടത്തെ മാതിരി പ്രത്യക്ഷത്തിലില്ല എന്നുള്ളതല്ലാണ്ട് പരോക്ഷമായിട്ടുണ്ട്. പക്ഷെ ഏതെങ്കിലും രീതിയിൽ വിവരം അറിഞ്ഞാൽ പിടിക്കപ്പെടും എന്നുള്ള ഭയം കൊണ്ട് ആരും പിന്നെ എന്താ പറഞ്ഞ ഒരു പരസ്യമായ പ്രവർത്തനത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ആൾ സമാഹരണത്തിലോ അല്ലെങ്കിൽ പണശേഖരണത്തിലേക്കോ വരുന്നില്ല. ഇതൊക്കെ രഹസ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ പിന്നിലൊക്കെ പല രീതിയിലുള്ള ഏത് കടത്തെന്ന് ഞാൻ പറയുന്നത് പല രീതിയിലുള്ള കടത്തുകളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ നിന്ന് വരുന്ന പ്രോഫിറ്റ് പ്രൊസീഡ്സ് ആണ് ഇതേമാതിരിയൊക്കെ ഈ സംഘടനകൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാലും ഇത് സജീവമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് നമുക്ക് എഴുതി തള്ളാൻ പറ്റുന്ന കാര്യമല്ല. ഒരു രാജ്യദ്രോഹ പ്രവർത്തനമായിട്ട് നിൽക്കും. അത് ആ സമുദായം നേരത്തെ
ഡോക്ടർ ഹുസൈൻ പറഞ്ഞ മാതിരി അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമാണ്. കാരണം ആ ഒരു സമൂഹത്തിൽ നിന്നാണ് ഇതിന് പ്രതിരോധം വേണ്ടത്. വേറെ ആരെങ്കിലും പ്രതിരോധിക്കാനോ അല്ലെ പ്രതിഷേധിക്കാനോ വന്നു കഴിഞ്ഞാൽ അത് വർഗീയമായിട്ട് ചിത്രീകരിക്കപ്പെടും. അപ്പം ആ സമൂഹത്തിൽ നിന്ന് ഇതിനൊരു ചെറുത്തുനിൽപ്പ് വന്നു കഴിഞ്ഞാൽ ഇത് വളരെ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ കഴിയും. ഇതെന്താണെന്ന് അറിയോ, ഒരു സൂക്ഷ്മ ന്യൂനപക്ഷം എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. ഭൂരിപക്ഷമുള്ളവര് ഇതിനെതിരെ ശക്തമായ ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ അത് നിൽക്കും എന്നുള്ളത് എന്താ നമുക്ക് ആർക്കും സംശയമുള്ള കാര്യമല്ലല്ലോ. കാരണം അതിന് അനുകൂലമായിട്ടും അനുകൂലമായിട്ടും നിൽക്കുന്ന ഒരു സ്വഭാവമാണ് മിക്കവാറും എല്ലാ സംഘടനകൾക്കും കാണുന്നത്. അതാണ് ഇവിടെ ഇവർക്ക് വള്ളക്കൂറുള്ള മണ്ണായിട്ട് വരുന്നത്. പിന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസം ശ്രദ്ധിച്ച വിവിധ മേഖലകളിൽ വിരാജിക്കുന്ന വ്യക്തികളാണ് ഇതിന്റെ നേതൃത്വവും ഇതിന്റെ പ്രചാരണത്തിനൊപ്പം നടത്തുന്നത്. ഇതിനെ സംബന്ധിച്ച് സാധാരണ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന ആളുകളാണ് മുഴുവനും. ഈ സംസ്ഥാനത്ത് മുഴുവൻ ഈ 2000 ഇവരെ ചോദ്യം ചെയ്ത് ഇവരുടെ അടുത്ത് ലിസ്റ്റൊക്കെ എടുത്തനുസരിച്ച് അന്ന് ആകെ അവരുടെ ഇവർക്ക് ലിസ്റ്റൊന്നും ഇല്ലല്ലോ. ഇവർക്ക് ഈ സംഘടനയ്ക്ക് മെമ്പർഷിപ്പ് ഇല്ല, പിന്നെ ഇതൊന്നുമില്ല. ഇതൊക്കെ എവിടെങ്കിലും മനസ്സിൽ കണക്കൂട്ട് അല്ലെങ്കിൽ ഒരു കടലാസിൽ എഴുതിയിട്ട് ഇത് കഴിഞ്ഞപ്പോ വലിച്ചേറി കളയുന്ന പരിപാടിയുണ്ട്. അല്ലാണ്ട് ഈ മെമ്പർഷിപ്പ് ഒന്നും ഒരു വർക്കല്ല. അബദ്ധത്തിൽ അന്ന് കുറെ വെച്ചിരുന്നു. അന്ന് ഏതാണ്ട് ഒരു 890 ഓളം ആളുകളുടെ ലിസ്റ്റ് അന്ന് എന്തോ കാരണം കൊണ്ട് നമുക്ക് കിട്ടിയിരുന്നു. അപ്പൊ അത് ഒക്കെ എങ്ങനെ അവർ എഴുതപ്പെട്ടതാണ്. സാധാരണ അവരുടെ ലിഖിതമായ അവരുടെ ഭരണഘടന അനുസരിച്ച് ലിസ്റ്റ് ഒന്നും വെക്കാൻ പാടില്ല. 20 പേരെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ യൂണിറ്റ് 2 ആക്കിക്കോണം. അങ്ങനെ അല്ലാതെ 20 കൂടുതൽ ആളുകൾ പാടില്ല. അതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കുന്നതൊക്കെ എനിക്ക് നക്സലൈറ്റ് സംവിധാനത്തിനേക്കാളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് അവർ മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ച ഒരു വ്യക്തി എന്നുള്ള രീതി എനിക്ക് പറയാൻ പറ്റും. അവർ അത്രയും സ്ക്രീനിങ്ങിൽ കഴിഞ്ഞ ശേഷമേ ഇവരേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവരിൽ ഉൾപ്പെട്ട ആളുകളിൽ നിന്ന് സജീവമായിട്ട് നിൽക്കുന്ന അവർ വിശ്വസ്തരാണെങ്കിൽ പോലും എന്താന്ന് പറഞ്ഞാൽ പ്രചാരണം നടത്തുന്നവനെ ഫണ്ട് പിരിവുമായിട്ട് ബന്ധമില്ല, ഫണ്ട് പിരിവിന് തീവ്രവാദ നടപടികളുമായിട്ട് ബന്ധമില്ല. അതുപോലെ തന്നെ ബാക്കി ഏതെങ്കിലും രീതിയിൽ അവിടെ പ്ലാനിങ്ങിൽ മറ്റാളുകൾക്കൊന്നും ഈ പറയുന്ന ബാക്കിയുള്ള 4 ഗ്രൂപ്പുമായിട്ട് അങ്ങനെ 5 or 6 ഗ്രൂപ്പായിട്ടാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ വളരെ കൃത്യതയോട് കൂടിയിട്ട് അതിന് പ്രത്യേക സംവിധാനങ്ങൾ പരസ്പരം ബന്ധപ്പെടാതെ ആരെ എന്താണെന്നറിയാം. ഇപ്പൊ കേസുകളിൽ തന്നെ ഞാൻ നിരവധി കേസുകളുടെ അന്വേഷിച്ചു. ഈ കേസിൽ എന്താന്ന് പറഞ്ഞാൽ ഈ കേസില് ആളെ കൊല്ലാനോ വെട്ടാനോ വരുന്ന ആളുകൾക്ക് പോലും ഇതിനകത്ത് വരുന്ന അധികം ആളുകളെയും എവിടുത്തുകാരനാണ് എന്താണെന്ന് അറിയാൻ വയ്യ. 1-2 ആളുകൾക്ക് ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാമെന്നല്ലാണ്ട് ഈ ഒരു സംവിധാനത്തിനാണ് അത് മുഴുവൻ പ്രത്യേകമായ ആസൂത്രണം ചെയ്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു പ്രത്യേക സ്ഥലത്ത് വരാൻ പറയും. അവിടെ നിന്ന് ഈ സ്ഥലത്ത് കൊണ്ടുവെക്കും, ആളെ കാണിച്ചു കൊടുക്കാൻ വെക്കും, അന്ന് അതേമാതിരി ആയുധം അവിടെ തന്നെ ഇവരെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആയുധം അവിടെ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അവരും അതിന്റെ ആളുകൾ നിന്നിട്ട് എടുത്ത് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഞാൻ മറ്റൊരു സംവിധാനത്തിന് ഞാനിത് കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെ വളരെ ആസൂത്രമായി ചെയ്യുന്ന സംവിധാനമുള്ള ഒരു ഇതാണിത്. അതുകൊണ്ടാണ് ഇത് പിന്നെ മറ്റാളുകൾ എതിർക്കാൻ മുന്നോട്ട് വരാതിരുന്നത്. പക്ഷെ ഇപ്പോ അങ്ങനെ എതിർക്കാൻ മുന്നോട്ട് വന്നില്ലേ, സമൂഹം എതിർക്കാൻ മുന്നോട്ട് വന്നില്ലെങ്കിൽ പിന്നെ ഇതേമാതിരിയുള്ള ഏതെങ്കിലും സ്ഥലത്ത് ഇതിങ്ങനെ നേറിപ്പോവഞ്ഞ് ഒരു ദിവസം തീ കത്തും. അതാണ് നമുക്ക് സംഭവിക്കാമോ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഇതേമാതിരി NIA മായ നടപടിക്ക് നമ്മൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന രാജ്യസ്നേഹികളായിട്ടുള്ള അതേ സമുദായത്തിൽ തന്നെ ഉള്ള ആളുകൾ ഇതിന് സഹായികളായിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഒരു പരിധി വരെയെങ്കിലും നമുക്കിതിരെ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇപ്പോ NIAയുടെ നീക്കം, കാരണം ഈ മുതലുകൾ കണ്ടുകിട്ടുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനങ്ങളെ അതാണ് നിർവീര്യമാക്കാൻ ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത്. ഇതേമാതിരി അവരുടെ റിസോഴ്സസ് കട്ട് ചെയ്യുക, അതില് നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. എന്തായാലും അത് ശ്ലാഘനീയമാണെന്നാണ് എന്റെ അഭിപ്രായം. യെസ്, എന്തായാലും അകത്തായർ ഇതുവരെയായും പുറത്തിറങ്ങിയിട്ടില്ല, അത് തന്നെ ആശ്വാസകരം. യെസ്, ഡോക്ടർ ആരിഫ് ഹുസൈൻ, RV ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ആശയത്തെ തന്നെ ഇല്ലാതാക്കണം, ആശയത്തിൻ്റെ അടിവേര് അറുക്കണം. അതിന് മുന്നിട്ടിറങ്ങേണ്ടത് ആരാണ്? ഈ സമുദായത്തിൽ നിന്ന് തന്നെയല്ലേ, അല്ലേ? ഈ മത നേതാക്കന്മാർ തന്നെയല്ലേ? പക്ഷേ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അവരൊക്കെ ഇപ്പോഴും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. അത് ജീവനിൽ കൊതിയുള്ളത് കൊണ്ടാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇവരെയൊക്കെ, ഈ മുസ്ലിങ്ങളെയൊക്കെ ഒരുമിച്ച് നിർത്താൻ വലിയൊരളവോളം, ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഈ വിഭാഗം ഇരവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, അത്തരത്തിലുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് മുതലെടുക്കാനുള്ള പരമാവധി വേദികൾ അത് ഉണ്ടാക്കുക,
ആ ഒരു ക്യാൻവാസിൽ തന്നെയല്ലേ ഇപ്പറഞ്ഞ മത നേതാക്കന്മാരും ഈ സംഘടനകളുടെ നേതാക്കന്മാരും ഒക്കെ കാണുന്നത് അല്ലേ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചത് തന്നെയാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഇത് ചില മുസ്ലിങ്ങളുടെ കുഴപ്പമാണ്, ഇത് ഇസ്ലാമിന്റെ കുഴപ്പമല്ല എന്നൊരു രീതിയിലാണ് കാര്യങ്ങൾ പൊതുവെ പറയപ്പെടാറുള്ളത്. അത് തിരുത്തണം എന്നാണ് തുടക്കത്തിലേ പറഞ്ഞത്. അതായത് ഇത് മുസ്ലിമിന്റെ പ്രശ്നമല്ല, ഇത് ഇസ്ലാം എന്ന ആശയത്തിന്റെ പ്രശ്നമാണ്. അപ്പോ ആ ആശയം എന്ന നിലയ്ക്ക് ഇസ്ലാമിലെ ഇത്തരത്തിൽ ഒരു രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൽ ഉപയോഗിക്കേണ്ട രീതികളുമായി ബന്ധപ്പെട്ട് അത് ഒരു അപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് പോലെ അല്ലെങ്കിൽ ഏത് ആൽഫബറ്റ് ഇട്ടിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയാലും അവർ ചെയ്യുന്നത് നമ്മൾ എടുത്തു കഴിയുമ്പോൾ അത് പ്രശ്നമാണ്, അത് ഭീകരതയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നതിന്റെ കാരണം എന്താ? ഇതേ സാധനം തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ഉള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നത് ഒരേ കാര്യം തന്നെയാണ്. അൽഖ്വയ്ദ ആയാലും ഐസിസ് ആയാലും ബൊക്കോ ഹറാം ആയാലും JNIM എന്ന് പറയുന്ന സംഘടന, ഹമാസ് ആയാലും എല്ലാവരും, താലിബാൻ അടക്കം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, ഇവരൊക്കെ ചെയ്യുന്ന സംഗതികളിൽ അനിസ്ലാമികമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, ഏതെങ്കിലും ഒരെണ്ണം. ഇതുവരെ ആരും അങ്ങനെ ഒരു വെല്ലുവിളി ഏറ്റെടുത്തിട്ട് വന്നിട്ട് ഇതുപോലെ നിങ്ങൾ ആരിഫ് പറഞ്ഞതിൽ ഇന്നത് അനിസ്ലാമികമാണ് ഇവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് വരാൻ കഴിയുന്നില്ല. ഇതുപോലെ ഇപ്പോ യസീദി പെൺകുട്ടികളെയൊക്കെ അടിമകളാക്കി പിടിച്ചുകൊണ്ട് അവരെ ലൈംഗികമായിട്ട് ബലാത്സംഗം ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനെല്ലാം മാതൃക ഇസ്ലാമിൽ തന്നെ കാണുകയാണ്. മുഹമ്മദ് നബി പോലും അത് ചെയ്തതായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു ഹദീസുകളിലൂടെ. ഇത് നമ്മൾ പറയുമ്പോൾ ഇത് ഇസ്ലാമിന്റെ പ്രശ്നമാണ് എന്ന് നമുക്ക് ആർക്കാ സാധിക്കുക? ഇവിടെ ചോദിച്ചല്ലോ, ഇത് ചെയ്യേണ്ടത്, ഈ ആശയത്തിന്റെ ഈ പ്രശ്നം ചൂണ്ടിക്കാണിക്കേണ്ടത് മതത്തിനകത്ത് നിന്ന് തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് സാധ്യമാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം എന്താണ്, അങ്ങനെ ചെയ്യാൻ വേണ്ടി ഇത്ര കുഴപ്പം പിടിച്ച സംഗതിയൊന്നുമല്ല, അല്ലാതെ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നതിന്റെ പേരിൽ ഇന്നും ചേകനൂർ മൗലവിയുടെ ശവശരീരം പോലും കിട്ടിയിട്ടില്ല. അതല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ നമ്മളെയൊക്കെ വേട്ടയാടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏതുപോലെയാണ് വേട്ടയാടുന്നത്? അപ്പോൾ മതത്തിനകത്ത് നിന്നുകൊണ്ട് ഇതുപോലൊരു കാര്യം പറയാന്ന് പറയുന്നത് അത് ഇസ്ലാമിനകത്ത് സാധ്യമല്ല എന്നത് തന്നെയാണ് ഇത് വലിയ തോതിൽ വിമർശനം നമ്മളിൽ ഉൾപ്പെടെ ഉള്ള ആളുകളിലൂടെയൊക്കെ ഇത് നേരിടേണ്ടി വരുന്നത്. കാരണം ഇസ്ലാമിന്റെ ഒരു രീതി അങ്ങനെയാണ്. ഒരാശയം എന്ന നിലയ്ക്ക് ഇസ്ലാം എപ്പോഴും അതിനെ ചെറുത്ത് നിൽക്കും. അത് ജനാധിപത്യ രീതിയിലുള്ള സംഭാഷണങ്ങളോ അത്തരത്തിലുള്ള ഡിബേറ്റ്സ് ആണെങ്കിൽ പോലും അത് നേരിടാനുള്ള ഒരു കെൽപ്പ് ഇസ്ലാമിനില്ല. ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുന്നത് ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വിമർശിച്ച ആളുകളെ കൊന്നു തള്ളിയ ചരിത്രം തന്നെയാണ് ഇസ്ലാമിനുള്ളത്. അത് പാല് കൊടുത്ത് ഉറങ്ങുന്ന സ്ത്രീ ആണെങ്കിൽ പോലും വയറ്റില് കത്തി കുത്തി ഇറക്കിയിട്ട് അതിൽ സന്തോഷിക്കുന്നു. മഅ്ദിനിയൊക്കെ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മുഹമ്മദ് നബിയെ വിമർശിച്ച ആളെ കൊന്നിട്ട് തല ഫുട്ബോൾ പോലെ തട്ടിയെടുത്തു എന്നൊക്കെ പറയുന്ന ആ പ്രസംഗമൊക്കെ നിങ്ങൾ ഇവിടെ കേട്ടിട്ടുണ്ട്, നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇതെങ്ങനെയാ മതത്തിനകത്തുള്ള ഒരാൾ പറയാ? അപ്പൊ ഞാൻ പറയുന്നത് ഇത് മതത്തിനകത്തുള്ള ആളുകൾക്ക് പറയാൻ സാധിക്കില്ല. അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ പിന്നെ ആര് പറയും? നമ്മൾ പൊതുസമൂഹം പറയണം. ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു വഴി ഇവിടെ ഇല്ല. കാരണം എന്താണ്, മറ്റു മതങ്ങളെയും മറ്റ് വിശ്വാസ രീതികളിലെയും പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ മതങ്ങളെയും ആശയങ്ങളെയും വിമർശിച്ചുകൊണ്ട് എങ്ങനെയാണോ ഇവിടെ ഒരു നവോത്ഥാന ശ്രമം നടത്തിയത്, സമാനമായ രീതിയിൽ പൊതുസമൂഹം ഇത് ചെയ്യണം. അതിൽ ആരെയും ഒറ്റപ്പെടാൻ അനുവദിക്കരുത്. അത് എക്സ് മുസ്ലിമിനെ മാത്രം ചൂണ്ടിക്കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരരുത്. ഇത് പൊതുസമൂഹം ഏറ്റെടുക്കണം. ഈ മതവിമർശനം, ഈ തരത്തിലുള്ള വിഷയങ്ങളാണ് ഇതിനകത്തുള്ള മുസ്ലിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയേണ്ട ബാധ്യത ഇവിടുത്തെ പൊതുസമൂഹത്തിനുണ്ട്. അതെല്ലാവരും പറയുന്ന നിലയിലേക്ക് വന്നാൽ അപ്പൊ പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു ചെറിയൊരു അയവ് വരും. അതിന് മികച്ച ഉദാഹരണങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള സ്ഥലങ്ങൾ വരെ. ആരിഫ് ഹുസൈൻ, ഇപ്പോൾ താങ്കൾ പറയുന്നു പൊതുസമൂഹം രംഗത്ത് വരണം എന്ന് പറയുന്നു. പക്ഷേ ഇസ്ലാം മതതീവ്രവാദികളെ എതിർക്കുമ്പോൾ പോലും അത് ആ സമുദായത്തിനെ ഒന്നടങ്കം എതിർക്കുകയാണെന്നുള്ള രീതിയിലാണല്ലോ അതിനെ വ്യാഖ്യാനിക്കുന്നത്, അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അതല്ലേ ഇവർക്കുള്ള ഇന്ധനം, ഇവർക്കുള്ള ഇത്തരം മതതീവ്രവാദികളുടെ ഇന്ധനം അത് തന്നെയല്ലേ, അല്ലേ? അത് മറയാക്കിയല്ലേ ഇവർ തീവ്രവാദമായിട്ട് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വിരൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് വ്യാപകമാകണം. ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റാതെ പോകണം. ഇതാ ഞാൻ പറയുന്നത്. എവിടെ നോക്കിയാലും ഇതിനെതിരെയുള്ള വിമർശനങ്ങൾ വരുന്നു. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഇപ്പൊ ജാതീയത എന്ന് പറയുന്ന ഒരു വിഷയം നിങ്ങൾ എടുത്ത് നോക്കൂ. സമൂഹത്തിൽ ആരാണ് ജാതീയതയെ വിമർശിക്കുന്നത്? ഹിന്ദുക്കൾ അടക്കം വിമർശിക്കുന്നു, മറ്റു മതങ്ങൾ വിമർശിക്കുന്നു, യുക്തിവാദികൾ വിമർശിക്കുന്നു, മതം ഇല്ലാത്തവർ വിമർശിക്കുന്നു, ഇന്ത്യക്ക് വെളിയിലുള്ള ആളുകൾ വരെ വിമർശിക്കുന്നു. അപ്പോ
ഇവിടെ ആരെ ചൂണ്ടിക്കാണിക്കും? ഇത് ഞങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ഗൂഢാലോചനയാണ് എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ അതൊരു പ്രശ്നമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ വലിയ തോതിൽ അത് അഡ്രസ് ചെയ്യപ്പെടുന്നു. കേരളത്തിൽ അതിന്റെ വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. എന്ന് പറഞ്ഞ പോലെ ഈ വിഷയം നിങ്ങൾ എടുക്കാം. ഈ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത് ഇതിനകത്തുണ്ട്. ഇസ്ലാമിലെ അധ്യാപനങ്ങൾ ആശയപരമായിട്ട് അതിന് ഒരു ബാക്കിംഗ് ഈ പറയുന്ന ഇസ്ലാമിലുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പൊതുസമൂഹം വരണം. അത് ഏതെങ്കിലും ഒരു സംഘിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ് മുസ്ലിമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിസംഖിയോ ആകാതെ മാത്രം അങ്ങനെ നിലനിർത്താതെ നോക്കുക. അതെല്ലാവരും ചെയ്യുന്ന അവസ്ഥയിലേക്ക് രാഷ്ട്രീയക്കാർ വരണം ആ രീതിയിലേക്ക്. ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ അത്തരത്തിൽ ഇപ്പൊ പി ജയരാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്താ ഉണ്ടായത്? ഉടനെ അദ്ദേഹത്തെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. ഇത് എന്താണ് സംഘകൂടാരത്തിലേക്ക് ചേക്കേറുന്നതിന്റെ ലക്ഷണമാണ് എന്ന് വരെ പറഞ്ഞു വെക്കുകയാണ്. ആരെക്കുറിച്ചാ പറയുന്നത്? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരന്റെ വലിയ നേതാവ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളെ വരെ സംഖ്യയാക്കുന്നു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ നിരന്തരം ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാൽ, ഇവിടെ സ്ലീപ്പർ സെല്ലുണ്ട് എന്ന് ബെഹ്റ പറയുന്നത് പോലെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് പറയാൻ സാധിച്ചാൽ, അവർ ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് പറയാൻ സാധിച്ചാൽ അതിന് കുറേ കൂടി വാല്യൂ വരും. ഇത് ഇവിടെ കാണുന്നില്ല. ഇവിടെ എല്ലാവരും തങ്ങളുടെ ജീവനും മറ്റു കാര്യങ്ങളൊക്കെ സുരക്ഷിതമാക്കിയതിനു ശേഷം കംഫർട്ട് സോണിലാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. യെസ്, കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് ചെയ്യുന്ന ഒരു സാധനം മാത്രമായിട്ട് മാറുന്നു. ലക്ഷ്യങ്ങൾ അവരുടെ മുന്നിൽ കൃത്യമായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്ന് വരുത്തുക എന്നുള്ളത് മാത്രമായിട്ട് മാറുന്നു. അല്ലാതെ ഇത് ഒരു മാറ്റത്തിന് വഴി മരുന്ന് ഇടണം, മുസ്ലിങ്ങൾ ഇതിൽ നിന്ന് രക്ഷിക്കണം എന്നൊരു ചിന്ത അവർക്ക് വരുന്നില്ല എന്നത് തന്നെയാണ്. അപ്പൊ മതത്തിനകത്ത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാകട്ടെ എന്ന് നമ്മൾ കാത്തിരുന്നു കഴിഞ്ഞാൽ കോഴിക്ക് പല സാധനങ്ങളും മുളയ്ക്കും. അപ്പൊ ഞാൻ പറയുന്നത് അതിന് കാത്തുനിന്നിട്ട് കാര്യമില്ല. ഇത് പൊതുസമൂഹം ഏറ്റെടുത്ത് പൊതുസമൂഹം പറയുന്ന നിലയിലേക്ക് വരണം. നിങ്ങളുടെ മാധ്യമങ്ങളിലടക്കം ഇത് മാതൃകയാക്കേണ്ടത് നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങൾ തന്നെയാണ്. ഇസ്ലാം മത വിമർശനമൊക്കെ പച്ചയായിട്ട് എക്സ് മുസ്ലിം സാഹിലിനെയൊക്കെ കേട്ട് കാണും. നാഷണൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഡിബേറ്റ് ആണ് അവിടെ. മൗലാനമാര് ഉസ്താദുമാര് വന്നിരുന്നിട്ട്, അതായത് ഓരോ വിഷയത്തിൽ വരുമ്പോൾ അവിടെ ചർച്ചയാണ്. നമ്മുടെ കേരളത്തിൽ എത്ര മാധ്യമങ്ങൾക്ക് ഇന്നും അതിന് ത്രാണിയുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതുവരെ ഒരു ആൾ പോലും ചെയ്തിട്ടില്ല. അത് ഇനിയെങ്കിലും തുടങ്ങണം. ഇതിലെ വിഷയങ്ങൾ കൃത്യമായിട്ട് പച്ചയായിട്ട് പൊതുസമൂഹത്തിൽ ചർച്ചയാക്കണം. ഇത് ഏതെങ്കിലും യുക്തിവാദികളുടെ ഏതെങ്കിലും കൂട്ടത്തിൽ ഉള്ളിലോ മാത്രം ഒതുങ്ങേണ്ട കാര്യമല്ല. പൊതുസമൂഹം ചർച്ചയാക്കണം ഇസ്ലാമിനകത്തുള്ള പ്രശ്നങ്ങൾ. ഇത് തന്നെ പോകാൻ വഴിയുള്ളൂ. അല്ലെങ്കിൽ ആൽഫബറ്റ് ഇനിയും ബാക്കിയുണ്ട്. പോപ്പുലർ ഫ്രണ്ട് മാറി അടുത്തത് വരും. ആശയം വീണ്ടും അവർ ഉപയോഗിക്കും. അതാണ് ഉണ്ടാവുക. യെസ്, ആർ വി ബാബു, IS റിക്രൂട്ട്മെന്റ്, വാഗമൺ, പാനായിക്കുളം, കനകമല, അങ്ങനെയുള്ള നിരവധി ക്യാമ്പുകൾ, അതുപോലെ കൊല്ലം കോടതി വളപ്പിലെ ബോംബ് സ്ഫോടനം, കളമശ്ശേരി ബസ് കത്തിക്കൽ, ജോസഫ് മാഷിൻ്റെ കൈവിട്ട്, അടിക്കടിയുള്ള കൊലപാതകങ്ങൾ, ഈ PFIയുടെ പഴയ രൂപമായ NDFന്റെ ആവിർഭാവം തൊട്ട് ഇങ്ങോട്ട് നമ്മൾ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, നക്സലിസത്തിൻ്റെ അടിവേരെറുക്കാൻ നമുക്ക് സാധിച്ചു. എന്തുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ അടിവേരെറുക്കാൻ അതിനുള്ളൊരു ശ്രമം പോലും, ചെറുവിരൽ പോലും അനക്കുന്നില്ലല്ലോ? നമ്പ്യാരെ, നക്സലിസത്തിന് ജനപിന്തുണ ഉണ്ടായിരുന്നില്ല. നക്സലൈറ്റുകാർ ഒറ്റപ്പെട്ട ഒരു വിപ്ലവം എന്നുള്ള നിലയ്ക്ക് ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തി. അവർക്ക് ജനങ്ങളുടെ ഒരു പിന്തുണ നേടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ ഒതുക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ സാധിച്ചു. ഇസ്ലാമിക തീവ്രവാദത്തിന് ഇന്ത്യയിൽ വലിയ പിന്തുണയുണ്ട് എന്ന്, ആഗോള പിന്തുണയുണ്ട് അതിന്. ഇപ്പോൾ ഇസ്ലാമിക തീവ്രവാദത്തിനെ വളർത്തുന്നത് ആരാണ്? ഇപ്പം നമ്മൾ സിറിയ, ലെബനൻ, ജോർദാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ, ഇറാൻ, ഇറാഖ്, ഇതെല്ലാം തീവ്രവാദത്തിനെ കൈയയച്ച് സഹായിക്കുന്നവരാണ്. ഇപ്പോൾ ഖത്തറിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല കാര്യത്തിൽ. എന്നാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ UAE പോലുള്ള, ഇപ്പോൾ സൗദി അറേബ്യ പോലും അതിൽ നിന്നും വേറിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയുള്ള രാജ്യങ്ങൾ മോഡറേറ്റ് ആയിട്ട് ചിന്തിച്ച് കൊണ്ട് മുന്നോട്ട് വരുന്ന ചില മുസ്ലിം രാജ്യങ്ങളുണ്ട്. നമ്മളത് കണ്ണടച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഭൂരിപക്ഷം രാജ്യങ്ങളും, മുസ്ലിം രാജ്യങ്ങളും ഈ പറയുന്ന തീവ്രവാദത്തിനെ കൈയയച്ച് സഹായിക്കുമ്പോൾ നമുക്ക് നക്സലിസത്തെ അടിച്ചമർത്തിയ പോലെ എളുപ്പത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തെ അടിച്ചമർത്താൻ സാധ്യമല്ല. കാരണം ഒരു വലിയ അതിൻ്റെതായിട്ടുള്ള ഫണ്ടിങ് ഉണ്ട്, പിന്തുണയുണ്ട്, രാജ്യാന്തര ശക്തികളുടെ എല്ലാവിധ സഹായവും ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ പെർസ്പെക്റ്റീവിൽ വേണം നമ്മൾ ഇസ്ലാമിക തീവ്രവാദത്തെ കാണാനായിട്ട്. നമുക്ക് നമ്മുടെ രാജ്യത്ത് അതെങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് ആദ്യം പോകേണ്ടത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ, ആരിഫും ബാലകൃഷ്ണൻ സാറും പറഞ്ഞ പോലെ, ഇവിടെ അടിസ്ഥാനപരമായി തീവ്രവാദത്തിലേക്ക് ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന ആശയം, ആ ആശയത്തിനെ ചെറുപ്പത്തിലെ തന്നെ അവരുടെ ഉള്ളിലേക്ക് പകർത്തുന്നത് എവിടെയാണ്? അത് നമ്മൾ മോണിറ്റർ ചെയ്യാൻ തയ്യാറുണ്ടോ? നമുക്കറിയാം, മദ്രസ വിദ്യാഭ്യാസം,
മദ്രസ വിദ്യാഭ്യാസം ശക്തമായിട്ട് മോണിറ്റർ ചെയ്യപ്പെടേണ്ടതാണ് എന്ന അഭിപ്രായം നമ്മുടെ നാട്ടിൽ എത്രയോ കാലങ്ങളായിട്ട് പല പ്രമുഖരായിട്ടുള്ള ആളുകളും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം മദ്രസ വിദ്യാഭ്യാസത്തിലൂടെയാണ് ഈ പറയുന്ന ചെറുപ്പക്കാർ തീവ്രവാദത്തിലേക്ക് എത്തുന്നത് എന്ന് അതിനെ ഞാൻ വെറുതെ കാടടച്ച് വെടിവെക്കുകയല്ല. ഞാനിവിടെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നേതൃത്വം കൊടുത്തുകൊണ്ട് നടപ്പാക്കിയ ഒരു പദ്ധതി ഉണ്ടായിരുന്നു കേരളത്തിൽ. ശ്രീ ബാലകൃഷ്ണൻ സാറിന് ഓർമ്മയുണ്ടാവും, ഓപ്പറേഷൻ PGN. ഓപ്പറേഷൻ PGN എന്ന ആ പദ്ധതി എന്തിനു വേണ്ടിയായിരുന്നു? ഓപ്പറേഷൻ PGN എന്ന പദ്ധതി എന്തിനായിരുന്നു? അതായത് മദ്രസകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെറുപ്പക്കാരെ തീവ്രവാദത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റ് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്. IG ആയിരുന്ന മുഹമ്മദ് യാസനായിരുന്നു അതിന്റെ തലവൻ കേരളത്തിൽ. അക്കാര്യം പിണറായി വിജയൻ പിന്നീട് ഈ കഴിഞ്ഞ 2 വർഷം മുൻപ് പത്രസമ്മേളനത്തിൽ പരസ്യമായിട്ട് പറയുകയും ചെയ്തു. അതിലൂടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പുറത്ത് പറഞ്ഞത് 700-ഓളം ചെറുപ്പക്കാര് തീവ്രവാദ പരിശീലനം കിട്ടുന്നതിന് വേണ്ടി IS ൽ ചേരുന്നതിനോ അല്ലെങ്കിൽ തീവ്രവാദ ക്യാമ്പുകളിൽ പോകുന്നതിനോ തീവ്രവാദ സംഘടനകൾ ജോയിൻ ചെയ്യുന്നതിനോ ഒക്കെ തയ്യാറായി നിന്ന ചെറുപ്പക്കാരെ ഞങ്ങൾക്ക് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ്. എന്ന് വെച്ചാൽ അവര് പോലീസ് ഫോക്കസ് ചെയ്ത് എവിടെയാണ്? മദ്രസകളിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളത് വായിച്ചെടുക്കേണ്ടത് എന്താണ്? മദ്രസകളിലൂടെയാണ് തീവ്രവാദത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നത് എന്ന് തന്നെയാണ്. ഈ കാര്യം നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് മദ്രസകൾ ശക്തമായ നിരീക്ഷണത്തിന് വിധേയമാകണം. മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്താണ്? ഇപ്പം നോക്കൂ, നമ്മുടെ ഈ ജനറൽ വിദ്യാഭ്യാസത്തിൽ പോലും അങ്ങനെ പഠിപ്പിക്കാൻ അവസരം കിട്ടിയപ്പോൾ എന്ത് പഠിപ്പിച്ചു എന്നുള്ളത് നമുക്ക് ചക്കരപ്പറമ്പിലെ പീസ് ഇന്റർനാഷണൽ സ്കൂളിലെ സംഭവം നമ്മുടെ ഓർമ്മയിലുണ്ട്. 2ാം ക്ലാസ്സിലെ കുട്ടിയോട് എന്താണ് പഠിപ്പിച്ചത്? 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് ആക്ടിവിറ്റി എന്ന ഭാഗത്തിൽ കൊടുത്തത് നിങ്ങളുടെ സഹപാഠികളെ മതം മാറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറയേണ്ടത് എന്തൊക്കെയാണ്, അവരോട് എന്താണ് ആദ്യം ഉപേക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതിത്തരാൻ പറയുകയാണ്. അപ്പൊ നോക്കൂ, കുട്ടികളിൽ ഇങ്ങനെ മതവിദ്വേഷവും മതാന്ധതയും മതഭ്രാന്തും ചെറുപ്പത്തിലെ തന്നെ കുത്തിവെക്കുന്ന സമ്പ്രദായം, അത് നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും? അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല. ചെറുപ്പം 18, 19, 20 വയസ്സായി അവര് തീവ്രവാദ സംഘടനകളില് ചാവേറുകളായി മാറിക്കഴിഞ്ഞിട്ടുള്ള ശുശ്രൂഷയല്ല ആവശ്യം. കതിരിൽ വളം വെക്കാതെ യഥാർത്ഥത്തിൽ ചെറുപ്പത്തിലെ തന്നെ, അതായത് ബാല്യത്തിൽ തന്നെ ആ കുട്ടികൾക്ക് കിട്ടുന്ന പഠനം എന്താണ്, മതവിദ്യാഭ്യാസം എന്താണ്, അവരെന്ത് പഠിക്കുന്നു, അതിന് ഈ ഉസ്താദുമാര് ചില നടത്തുന്ന പ്രസംഗങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അത്തരം പ്രസംഗങ്ങൾക്ക് ഉടനെ തന്നെ 153A അനുസരിച്ച് കേസെടുക്കേണ്ട പ്രസംഗങ്ങളാണ്. ഏതെങ്കിലും തരത്തിൽ അവരെ പ്രതികളാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ അവരെ കേസെടുത്തിട്ടുണ്ടോ? അപ്പോൾ ഇതൊക്കെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നു, പോലീസ് കണ്ടില്ലെന്ന് നടിക്കുന്നു, അതിനു വേണ്ട എല്ലാ വളവും വെച്ച് കൊടുക്കുന്നു. അതൊക്കെ ന്യൂനപക്ഷ അവകാശത്തിന്റെ പട്ടികയിൽപ്പെടുത്തി എല്ലാവിധ സംരക്ഷണവും കൊടുക്കുന്നു. അത് ചോദ്യം ചെയ്യുന്നവരെ വർഗീയവാദികളോ അല്ലെങ്കിൽ സംഘികളോ ആക്കിയിട്ട് അവരെ ചാപ്പ കുത്തുന്നു, ചോദ്യം ചെയ്യുന്നവർക്കെതിരെ കേസെടുക്കുന്നു. ഇപ്പോൾ ഹലാൽ പോലുള്ള വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ഗൗരവമായിട്ട് നമ്മുടെ രാഷ്ട്രീയ മാധ്യമങ്ങളും പൊതുജന സമൂഹവും ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഉസ്താദുമാരെ കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് മുസ്ലിങ്ങളിലെ ഈ വിഷയം തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, ആ സമുദായത്തിൽ നിന്നാണ്. അതെ, മാധ്യമങ്ങൾ എടുക്കുന്നില്ല. ഇപ്പോ മാധ്യമങ്ങളുടെ പ്രയോറിറ്റി എന്താണ്? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ പാലസ്തീൻ ചർച്ച ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഹമാസിനെയും അതേപോലെ ഹിസ്ബുള്ളയും ഒക്കെ വെള്ളപൂശുന്നത്? അപ്പൊ ഇതൊക്കെ വളരെ ആസൂത്രിതമാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, നമ്മൾ ഈ വിഷയത്തെ കാണുമ്പോൾ ഈ അതിന്റെ യഥാർത്ഥ ചികിത്സ വേണ്ടത് എപ്പോഴാണോ അവിടെ പിടിക്കാനായിട്ട് ആർക്കാണ് ധൈര്യമുള്ളത്, ആർക്ക് കഴിയും, ആര് പൂച്ചയ്ക്ക് മണി കെട്ടും എന്നുള്ളതാണ്. പൂച്ചയ്ക്ക് മണി കെട്ടാൻ ധൈര്യമുള്ളത് ആർക്കാണ്? ഇവിടെ ആ നിലയ്ക്കുള്ള ചില സമീപനങ്ങൾ എടുക്കുമ്പോൾ അതിനെയൊക്കെ ശക്തമായി എതിർത്ത് ഇപ്പോൾ CAA നിയമം കൊണ്ടുവന്നു. CAA നമുക്കറിയാം, അത് മുസ്ലിം വിരുദ്ധമായ ഒരു നിയമമല്ല, മുസ്ലിം വിരുദ്ധമായ നിയമമാണ് എന്നൊരു നരേറ്റീവ് സൃഷ്ടിച്ച് മുസ്ലിങ്ങളെ മുഴുവൻ തെരുവിലിറക്കി കലാപത്തിന് പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ മറുഭാഗത്ത് ഹിന്ദുക്കളെയോ ഒക്കെ കടുത്ത ശത്രുക്കളാക്കി ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് അവർക്ക് ഞങ്ങളുടെ കടകളിൽ നിന്ന് പോലും ഒന്നും കൊടുക്കില്ല എന്ന് ബോർഡ് എഴുതി വെച്ചു CAA പ്രക്ഷോഭകാലത്ത്. അത് BJP-ക്കാരുടെ പേരിലാണെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഇതെല്ലാം അങ്ങനെ ഒരു മാനസികാവസ്ഥ സൃഷ്ടിച്ചെടുക്കുന്നതിൽ
കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ സംഘടനകളും വഹിച്ച പങ്ക് വളരെ വളരെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന പങ്കാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മുസ്ലിം സംഘടന നേതൃത്വം, മുസ്ലിം മത നേതൃത്വം ഈ വിഷയത്തിൽ ശക്തമായ രീതിയിൽ മുന്നോട്ട് വന്നില്ലെങ്കിൽ യാതൊരു സംശയവുമില്ല, പൂച്ച അതിൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ തിന്നുന്ന പോലെ ഈ തീവ്രവാദം ഒടുവിൽ അതിൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ തന്നെ ഭക്ഷിക്കാൻ തുടങ്ങും. ലോകം മുഴുവൻ അതിന് സാക്ഷിയാണ്. ഇപ്പൊ നമ്മൾ നോക്കൂ, മുസ്ലിങ്ങൾ തമ്മിലുള്ള സംഘർഷം, അതിൽ കൊല്ലപ്പെടുന്നവർ എത്ര പേരാണ്? തീർച്ചയായും അതിന്റെ കണക്കാരുടെയെങ്കിലും കയ്യിലുണ്ടോ? മുസ്ലിം അമുസ്ലിം സംഘർഷത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു, മുസ്ലിങ്ങൾക്കുള്ളിലുള്ള സംഘർഷമോ? അപ്പൊ ഇതിന്റെയൊക്കെ കാരണം എന്താണ്? ഈ 1500 വർഷം മുമ്പുള്ള ഈ പ്രാകൃതമായ ഗോത്രവർഗ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഗോത്രവർഗത്തിൽ നിലനിന്നിരുന്ന മതവിശ്വാസത്തെ അതേപടി ഈ 1500 വർഷത്തിന് ശേഷം ആധുനിക നൂറ്റാണ്ടിൽ പറിച്ചു നടാനുള്ള ഈ തരത്തിലുള്ള കാടൻ ചിന്ത, പ്രാകൃത ചിന്ത, ആ പ്രാകൃത ചിന്തയ്ക്ക് എവിടെയാണ് നമുക്ക് കൂച്ചുവിലടങ്ങാൻ സാധിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അത് അഡ്രസ്സ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ വിഷയത്തെ പരിഹരിക്കാൻ കഴിയൂ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, അവരുടെ ഭാഷ തന്നെ കടമെടുക്കുകയാണെങ്കിൽ വിസ്മയം ജനിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്ത് വരുന്നത്. NIA റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം അതുതന്നെയാണ്. മുസ്ലിം തീവ്രവാദത്തെ, ഇസ്ലാമിക തീവ്രവാദത്തെ പ്രത്യക്ഷമായും പരോക്ഷമായും പ്രോത്സാഹിപ്പിക്കുന്നവർ സ്വയം ചിന്തിക്കുക, ഇരിക്കുന്ന കൊമ്പ് മുറിക്കണോ എന്ന്. ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.